നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ രോഹിണി മഹേഷ്. 2025 ജൂലൈ 14 ഇന്ന്. കൊല്ലവർഷം 1200 ആണ്ട്, മിഥുനം 30, അവിട്ടം നാളാണ്. ഇന്നത്തെ രാഹുകാലത്തിന്റെ സമയം രാവിലെ 7:30 മുതൽ 9 മണി വരെയാണ്. പതിവ് പോലെ തന്നെ സജീവമായ ഒരു വാർത്താ പ്രഭാതം തന്നെയാണ് ഇതും. നമുക്ക് ഓരോ വാർത്തകളിലേക്കും കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളൊന്ന് നോക്കി വരാം. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടർക്കഥ. ഗവർണറുടെ ഇടപെടലുടൻ ഉണ്ടായേക്കും. രജിസ്ട്രാർ മിനി കാപ്പൻ കാണാത്ത ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് VC. തരൂരിനെതിരെ UDF-ൽ വൻ പടയൊരുക്കം. മോദി പ്രശംസയിൽ ലീഗിനും RSPക്കും അതൃപ്തി. രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കുന്ന സമീപനമെന്ന് വിലയിരുത്തൽ. പിണറായി സർക്കാരിന്റെ മതപ്രീണന നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തം. കലാലയങ്ങളിലെ ഇസ്ലാമികവൽക്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു. ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി വിശ്വ ഹിന്ദു പരിഷത്ത്. സംസ്ഥാനത്ത് നിപ്പ ആശങ്കയൊഴിയുന്നില്ല. 6 വടക്കൻ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട്, മണ്ണാർക്കാടും കുമരംപുത്തൂരും കണ്ടെയ്ൻമെന്റ് സോണുകൾ. സർക്കാർ ആശുപത്രികൾക്ക് ശ്വാസം മുട്ടുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിലച്ചിട്ട് 1 മാസം. അടിമാലി താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് ബലക്ഷയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനം. പ്രതിഷേധം ശക്തമാക്കി PSC ഉദ്യോഗാർത്ഥികൾ. ഡോക്ടർ S. ജയശങ്കർ ചൈനയിലേക്ക്. ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ ചൈന സന്ദർശനം. വിദേശകാര്യമന്ത്രി ബീജിംഗിലെത്തുന്നത് ദലൈലാമയുടെ പിറന്നാൾ ആഘോഷം ഭാരതത്തിൽ നടക്കാനിരിക്കെ. ശുഭാൻഷു ശുക്ലയും സംഘവും തിരികെ ഭൂമിയിലേക്ക്. മടക്കയാത്ര ഉച്ചയ്ക്ക് 2:30 ബഹിരാകാശം അതിശയിപ്പിച്ചുവെന്ന് ശുഭാൻഷു. He thought it was in, half the crowd thought it was in. Brilliant move. To gold. Chelsea, the FIFA Club World Cup champions. What a day for them, what a journey, what a competition. ലോർഡ്സ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യക്ക് വിജയം. 135 റൺസ് അകലെ. 4ാം ദിനം 4 വിക്കറ്റിന് 58 റൺസ്. വിംബിൾഡണിൽ കാർലോസ് അൽക്കാരസിനെ തോൽപ്പിച്ച് യാനിക് സിന്നർ ചാമ്പ്യൻ. Wimbledon history. What a wonderful match. നമുക്ക് വിശദമായ വാർത്തകൾ നോക്കാം. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അതേസമയം പാലക്കാട് മരിച്ച 57-കാരന്റെ സ്രവ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്ഥിരീകരണം ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികൾ സ്വീകരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന 35-കാരിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അനഘ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനഘ, സംസ്ഥാനത്ത് വീണ്ടും ഒരു നിപ്പ ആശങ്ക ഉയർന്നിരിക്കുകയാണ്. കാരണം
മരണപ്പെട്ട വ്യക്തിക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 6 ജില്ലകൾക്ക് കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള തുടർ നടപടികളായിരിക്കും ഈ ജില്ലകളിലൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുക? രോഹിണി, പാലക്കാട് മരിച്ച 57-കാരന് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് 6 ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ കോഴിക്കോട്, അതുപോലെ മലപ്പുറം, പാലക്കാട് ഈ 3 ജില്ലകളിലെ ആശുപത്രികൾക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യ കാര്യങ്ങൾക്കായി ആശുപത്രിയിൽ ഒരു കാരണവശാലും സന്ദർശനം നടത്തരുത്. രോഗികൾക്കൊപ്പം കൂട്ടിരിപ്പുകാരായി ഒരാൾ മാത്രമേ പാടുള്ളൂ. മാത്രമല്ല, ആശുപത്രിയിൽ എത്തുന്നവർ മാസ്ക് നിർബന്ധമായി ധരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മരിച്ച പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള 57-കാരന്റെ ശവപരിശോധന ഫലം ഈ പൂനെ വൈറോളജി ഐയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മഞ്ചേരിയിലെ ഈ സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഫലം പോസിറ്റീവായി കാണിച്ചിരിക്കുന്നത്. ഈ വൈറോളജിയിൽ നിന്ന് ഫലം വരുന്നതോടെ കൂടുതൽ ഈ ജാഗ്രതാ നിർദ്ദേശവും കൂടുതൽ നടപടിയിലേക്കും ഒക്കെ തന്നെ ആരോഗ്യവകുപ്പ് കടക്കും. ഈ 57-കാരൻ ആദ്യം മണ്ണാർക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത്. അതിനുശേഷം പാലക്കാട് തന്നെയുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ വെച്ചാണ് ഈ മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മണ്ണാർക്കാട് ഇദ്ദേഹം ചികിത്സ തേടിയിട്ടുള്ള ആശുപത്രിയിലെ CCTV ദൃശ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിച്ചത്. ഈ CCTV ദൃശ്യം പരിശോധിച്ചതിൽ നിന്ന് ആരൊക്കെയായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഈ മരിച്ച 57-കാരനുമായി അടുത്ത ബന്ധം പുലർത്തിയ ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള 45 പേർ ഇപ്പോൾ നിലവിൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ച് വരികയാണ്. ഈ പരിശോധിച്ച് കൂടുതൽ പേരുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കാനുള്ള നടപടിയാണ് ആരോഗ്യവകുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യുന്നത്. ഇന്നലെ ഇത്തരത്തിൽ 45 പേരാണ് ഈ 57-കാരനുമായി സമ്പർക്കം പുലർത്തിയ പട്ടികയിൽ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട്, മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട് ഈ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ സംസ്ഥാനത്ത് ആകെ 543 പേരാണ് നിപ ഈ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 46 പേര് പുതിയ സമ്പർക്ക പട്ടികയിലുള്ളവരാണ്. മലപ്പുറം ജില്ലയിൽ 208 പേർ ഇത്തരത്തിൽ സമ്പർക്ക പട്ടികയിലുണ്ട്. പാലക്കാട് 219 പേരും കോഴിക്കോട് 114 പേരുമാണ് ഇത്തരത്തിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. എറണാകുളത്ത് 2 പേരും ഈ സമ്പർക്ക പട്ടികയിലുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ 57-കാരന് പാലക്കാട് നിപ സ്ഥിരീകരിച്ചതോടുകൂടി എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്നത്. അനാവശ്യ കാര്യങ്ങളിൽ ആശുപത്രി സന്ദർശനം അത് ഒഴിവാക്കണം എന്നുകൂടി ആരോഗ്യവകുപ്പ് എന്തായാലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ പറഞ്ഞ ജില്ലകളിലും, കൂടാതെ 6 ജില്ലകൾക്കും ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി അനഘ, എന്തായാലും സംസ്ഥാനത്ത് നിപ്പ ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടി 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിലൊക്കെയുള്ളവർ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് പ്രത്യേകമായി നിർദ്ദേശം നൽകുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് നമ്മൾ. എറണാകുളത്ത് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. നോർത്ത് പാലത്തിന് സമീപമുള്ള ഫർണിച്ചർ കടയ്ക്കാണ് തീപിടിച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. നിഷ ദിലീപ് ചേരുന്നു. നിഷ, വലിയ തീപിടുത്തമായിരുന്നു, പക്ഷെ അത് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? രോഹിണി, പുലർച്ചെ 3 മണിയോടുകൂടിയാണ് എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ തീ പിടിച്ചത്. ഇത് ഒരു ഫർണിച്ചർ, അതായത് സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടുത്തെ കസേരകളടക്കം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, എല്ലാ ഫർണിച്ചറുകളും പൂർണ്ണമായും തന്നെ അഗ്നിക്കിരയായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കടയുടമ പറയുന്നത്. പ്രാഥമിക വിലയിരുത്തലാണിത്. 3 മണിയോടുകൂടി തീപിടുത്തമുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കെട്ടിടത്തിന് സമീപം തന്നെ 2 പെട്രോൾ പമ്പുകളുണ്ട്. സമീപം ഇതിനോട് ചേർന്ന് തന്നെ ഹോട്ടലുണ്ട്.
തീ അണയ്ക്കാനായത്, അതായത് മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ പടർന്നു പിടിക്കുന്നതിന് മുമ്പ് തന്നെ തീ അണയ്ക്കാനായത് വലിയ ഒരു അപകടത്തിൽ നിന്ന് ആളപായം അടക്കമുണ്ടാകുമായിരുന്ന ഒരു വലിയ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഗാന്ധിനഗറിൽ നിന്നടക്കം 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഇവിടെ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഈ കടയുടമ പറയുന്നത് ഇന്നലെ ഈ കട അവധിയായിരുന്നു എങ്കിലും അദ്ദേഹം ഇന്നലെ 10:30 ഇവിടെ വന്നു. കടയിലെ മെയിൻ സ്വിച്ച് അടക്കം ഓഫ് ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. പിന്നീട് ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു തീ പടർന്നു പിടിച്ചതെന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഈ കടയിൽ ഇതിനു മുൻപ് പല തരത്തിലുള്ള മോഷണ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഒരു സംശയം. എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നമുക്ക് കാണാം ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഈ കടയും മറ്റൊരു ബിൽഡിങ്ങും കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് ഈ പെട്രോൾ പമ്പ് ഉള്ളത്. പെട്രോൾ പമ്പ് ഒരെണ്ണം ഒരു സൈഡിലും ഒരു പെട്രോൾ പമ്പ് ഇതിൻ്റെ മറു സൈഡിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആളുകൾ താമസിക്കുന്ന ഹോട്ടലുകളുണ്ട്. ഇവിടെ നിന്ന് ആളുകളെ അടക്കം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റിയതുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള ഒരു അപകടത്തിൻ്റെ ഒരു വ്യാപ്തി കുറയ്ക്കാൻ സാധിച്ചത്. സാർ, എത്ര മണിയോടുകൂടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു അപകടം നിങ്ങൾ അറിഞ്ഞത്? ഞങ്ങളൊരു 3:15 അറിഞ്ഞതാണ്. ഉടൻ തന്നെ ഗാന്ധിനഗർ നിലയത്തിൽ നിന്നും ക്ലബ് റോഡ് നിലയത്തിൽ ഞങ്ങൾ ഗാന്ധിനഗർ നിലയത്തിൽ നിന്ന് ഉടൻ തന്നെ തൊട്ടുപുറകെ ക്ലബ് റോഡ് നിലയം എത്തി. വേറെ 6 നിലയങ്ങൾ വിളിച്ചു വരുത്തി ഫൈറ്റ് ചെയ്തു. വന്നപ്പോൾ നല്ല കത്തായിരുന്നു. ഇത് ഷീറ്റിട്ടൊക്കെ മറച്ചിരിക്കുന്നത് കാരണം വെള്ളം സോഴ്സിലേക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടുത്തുള്ള കെട്ടിടങ്ങളുള്ളത് കൊണ്ട് തന്നെ 1-2 യൂണിറ്റ് ഇവിടെ നിൽക്കുകയും പുറയിലൂടെയും വർക്ക് ചെയ്ത് മറ്റുള്ള കെട്ടിടങ്ങൾക്കും അടുത്തുള്ള കെട്ടിടങ്ങൾക്കും ഒന്നും കേടുവരാതെ ഞങ്ങൾ ഇവിടെ തന്നെ ഒതുക്കി നിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. എത്ര സമയം കൊണ്ടാണ് തീ നിങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയത്? എത്ര സമയം എടുത്തു? ഇപ്പോഴും കുറച്ചുകൂടി ഉണ്ട്. കാരണം ആ പുക വരുന്നത് കാരണം ഇതെല്ലാം കൂടി കൂടിക്കിടക്കുന്നത് കൊണ്ടും ആ കസേര സാധനങ്ങൾ ഇരുമ്പെല്ലാം കൂടി കൂടിക്കിടക്കുന്നത് കൊണ്ടും ഈ തീ കൊണ്ട് റൂഫെല്ലാം വളഞ്ഞ് താഴത്തേക്ക് വന്നതുകൊണ്ടും അടുത്തേക്ക് ചെല്ലാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ അതേ സൈഡേ കൂടി അതെല്ലാം മാറ്റി അടുത്തേക്ക് ഇനി കുറച്ചുകൂടി ഇടാനുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ടാക്കിയിട്ട് കുറച്ച് സമയം ആയുള്ളൂ. കാരണം വന്ന് നല്ല കത്ത് ഞങ്ങൾ 3:15 ഒരു 5 മണിക്ക് മുമ്പ് തന്നെ നല്ല കത്തെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ആക്കി. പക്ഷേ ഇതെല്ലാം ഈ പുകയൊക്കെ കെട്ടടങ്ങണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയൊക്കെ ഞങ്ങൾ ചെയ്യണം. അടുത്ത് തന്നെ 2 പെട്രോൾ പമ്പ് ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, വലിയൊരു അപകടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളൊരു വ്യാപ്തിയല്ലേ ഇപ്പം കുറഞ്ഞിരിക്കുന്നത്? അതെ, ഇപ്പം 3 പെട്രോൾ പമ്പ് ഉണ്ട് ചുറ്റും. ഒരു പെട്രോൾ പമ്പ് ഇവിടെ, ഒന്ന് ഇപ്പുറത്തെ സൈഡ്, മുകളിൽ മെട്രോ, പിന്നെ ആ വലിയ കെട്ടിടങ്ങൾ, ഇതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾക്ക് വന്നത് കൊണ്ട് തന്നെ മറ്റുള്ളതിനൊന്നും ഒരു തടസ്സം ഒരു കേടുപാട് വരാതെ ഞങ്ങൾക്ക് ഇതിൽ നിർത്താൻ സാധിക്കും. രോഹിണി, അങ്ങനെ തന്നെയാണ്. 2 പെട്രോൾ പമ്പല്ല, ഈ ഒരു കടയുടെ സമീപത്തായി 3 പെട്രോൾ പമ്പുകളുണ്ട്. ഈ 3 പെട്രോൾ പമ്പുകൾ, അതിന് തൊട്ട് മുകളിലായിട്ട് മെട്രോ സ്റ്റേഷനുണ്ട്. പിന്നീട് ആളുകൾ താമസിക്കുന്നതും അടക്കമുള്ള ഹോട്ടലുകളുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ഹോട്ടലുകളിലുള്ള ആളുകളെയൊക്കെ മാറ്റി പിന്നീട് ഇതിനെ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത്. 2 മണിക്കൂറിലധികം എടുത്തുകൊണ്ടാണ് 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ നിയന്ത്രണ വിധേയമാക്കിയത്. നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ഇവിടെ നിന്ന് പുക ഉയരുന്നുണ്ട്. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ അല്പസമയം കൂടി എടുക്കുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെ ചെറിയ രീതിയിൽ തീയുണ്ട്. കാരണം ഇത് ഇരുമ്പ് ഷീറ്റിട്ട ഒരു കെട്ടിടമാണ്. ഇതിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇതിൻ്റെ വലിയ ഒരു തീപിടുത്തമായിരുന്നു. ഇതിൻ്റെ ഇരുമ്പ് ഷീറ്റുകളൊക്കെ വളഞ്ഞ് താഴേക്ക് വീണു. പൂർണ്ണമായും ഇതിനുള്ളിലുള്ള സാധനങ്ങൾ എല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കടയുടമ പറയുന്നതനുസരിച്ച് മോഷണ ശ്രമങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ആ മോഷണ ശ്രമങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയെന്നോണം ആരെങ്കിലും ഒരു പക്ഷേ ഈ കടയിൽ കയറാൻ ശ്രമിച്ചതായിരിക്കും. അങ്ങനെ കടയിൽ കയറാൻ ശ്രമിച്ചവർ ഏതെങ്കിലും രീതിയിൽ സ്പാർക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നാണ് കടയുടമ പറയുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് പറയുന്നതനുസരിച്ച് അല്പസമയത്തിനകം തന്നെ തീ പൂർണ്ണമായും തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. 5:15 ഇവർ 3:15 അവർ സ്ഥലത്തെത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമായിരുന്നു. ഫയർഫോഴ്സിന് ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും പൂർണ്ണമായും തന്നെ നോർത്തിലെ ഈ കട കത്തി നശിച്ചിട്ടുണ്ട്. രോഹിണി.
ശരി നിഷ, എന്തായാലും വലിയ തീപിടുത്തം തന്നെയാണ് എറണാകുളത്ത് ഉണ്ടായിരിക്കുന്നത്. നോർത്ത് പാലത്തിന് സമീപമുള്ള ഫർണിച്ചർ കടയ്ക്കാണ് അതിരാവിലെ 3 മണിയോടുകൂടി തീപിടുത്തം ഉണ്ടായത്. തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഈ തീ പിടിച്ച കടയ്ക്ക് ചുറ്റും മറ്റ് കടകളും അതോടൊപ്പം 3 പെട്രോൾ പമ്പുകളുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം, അപകടമാണ് ഒഴിവാക്കാൻ സാധിച്ചത് കൃത്യമായ ഫയർഫോഴ്സിന്റെ ഇടപെടലിലൂടെ. നിഷ ദിലീപാണ് അവിടെ നിന്നും സമയ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിലേക്ക് 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ ചൈന സന്ദർശനമാണിത്. ചൈനയുടെ എതിർപ്പ് വകവയ്ക്കാതെ ദലൈലാമയുടെ പിറന്നാൾ ആഘോഷം ഭാരതത്തിൽ നടക്കാനിരിക്കെയാണ് വിദേശകാര്യമന്ത്രി ബെയ്ജിങ്ങിൽ എത്തുന്നത്. എസ് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിലേക്ക് പോകുമ്പോൾ ഈ യാത്രയെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? പ്രത്യേകിച്ച് 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ ചൈന സന്ദർശനം കൂടിയാകുമ്പോൾ. ഗുഡ് മോർണിംഗ് രോഹിണി. നിലവിലിപ്പോൾ ഇന്ന് ജയശങ്കർ നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ചൈനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായി അദ്ദേഹത്തിൻ്റെ യാത്ര അവിടേക്ക് നടക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ മാസം അത് നമ്മുടെ പ്രതിരോധ മന്ത്രി അവിടെ സന്ദർശനം നടത്തിയിരുന്നു. രാജ്നാഥ് സിംഗ് അവിടെ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ ചില ചർച്ചകളൊക്കെ തന്നെ നടത്തിയതാണ്. അത് SCO സമ്മിറ്റിൻ്റെ ഭാഗമായാണ് അദ്ദേഹം അവിടേക്ക് പോവുകയുണ്ടായത്. അവിടെ ഇന്നിപ്പോൾ ഇതാ ജയശങ്കർ കൂടി എത്തുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ചർച്ചകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കലടക്കം, അതോടൊപ്പം തന്നെ ഈ നിയന്ത്രണ രേഖയുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന തർക്കങ്ങളടക്കം ഈ യാത്രയിൽ ചർച്ചയാകും എന്നുള്ളത് നമ്മൾ അനുമാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല പ്രധാനമായും മുഴച്ചു നിൽക്കാൻ പോകുന്നത്. അത് ദലൈലാമയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും. ഇത്തവണ ചൈന ബാക്ക് ഫുട്ടിലാണ്. കാരണം 90ാം ജന്മദിനം, അത് ദലൈലാമയുടെ 90ാം ജന്മദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് നിലവിൽ ഇന്ത്യ. അതിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഈ മാസം നടക്കാനും പോകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ചൈന ചില എതിർപ്പുകളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിങ്ങനെയാണ്, അതായത് ഈ ദലൈലാമയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അവകാശം തങ്ങൾക്കാണ് എന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട്. ദലൈലാമയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കതിലൊരു സ്റ്റേക്കുണ്ട് എന്നുള്ളതാണ് ചൈനയുടെ അവകാശവാദം. പക്ഷേ അത് ഇന്ത്യ പാടെ തള്ളിയിട്ടുണ്ട്. നമ്മുടെ കിരൺ റിജിജു അടക്കമുള്ള മന്ത്രിമാർ അക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. അത് പൂർണ്ണമായും അത് ദലൈലാമയുടെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ എക്സൈലിലുള്ള ആ സംവിധാനത്തിൻ്റെയും തീരുമാനം മാത്രമാണ്. അതിൽ ഇന്ത്യയുടേതായ അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു തർക്കം നിലനിൽക്കുമ്പോഴാണ്, അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപരമായ കാര്യം കൂടിയാണ്, ഇങ്ങനെയൊരു തർക്കം നിലനിൽക്കുമ്പോഴാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രിയും നമ്മുടെ നയതന്ത്ര പ്രതിനിധിയൊക്കെ ആയിരുന്നു അദ്ദേഹം മുൻപ്, അദ്ദേഹം ഇപ്പോൾ ചൈനയിലേക്ക് എത്താൻ പോകുന്നത്. ഏത് തരത്തിലുള്ള ചർച്ചകളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചൈന ഇപ്പോൾ ബാക്ക് ഫുട്ടിലാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി ശ്രീകാന്ത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിലേക്ക് 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ ചൈന സന്ദർശനമാണിത്. അതുമാത്രമല്ല, ചൈനയുടെ എതിർപ്പ് വകവയ്ക്കാതെ ദലൈലാമയുടെ പിറന്നാൾ ആഘോഷം ഭാരതത്തിൽ നടക്കാനിരിക്കെയാണ് വിദേശകാര്യമന്ത്രി ബെയ്ജിങ്ങിൽ എത്തുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടരുന്നു. സർവകലാശാല ചാൻസലറായ ഗവർണർ ഉടൻ ഇടപെടാൻ സാധ്യത. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ കാണാത്ത ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് VC. അതേസമയം സ്വകാര്യ സർവീസ് പ്രൊവൈഡർക്ക് പകരം പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാനുള്ള ചർച്ച ആരംഭിച്ചു. എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടരുന്ന സാഹചര്യത്തിൽ ഇനി VC ഏതൊക്കെ തുടർ നടപടികൾ എടുക്കുന്നതിനായിരിക്കും മുൻഗണന നൽകുക?
രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ഒരു മാതൃ സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു, മറുഭാഗത്ത് ഫയൽ നീക്കമടക്കം താറുമാറായ സാഹചര്യം. ഈ ഘട്ടത്തിലാണ് VC ഇടപെടൽ നടത്തുന്നത്. ഈ ഫയൽ നീക്കമടക്കമുള്ള കാര്യങ്ങൾ താറുമാറായ സാഹചര്യത്തിൽ എന്തൊക്കെ സാധ്യതകൾ ഇക്കാര്യത്തിൽ തേടാം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ VC ചർച്ചകൾ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻ രജിസ്ട്രാർ, അതായത് സസ്പെൻഷനിലായിട്ടുള്ള KS അനിൽകുമാർ, രജിസ്ട്രാർ മുഖേന അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരുടെ ഫയലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇഷ്ടക്കാർ മുഖേന നീക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. VCയുടെ അറിവോ സമ്മതത്തോടെ ഇല്ലാതെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് നിലവിൽ ചാർജ് കൊടുത്തിട്ടുള്ള മിനി കാപ്പൻ അറിഞ്ഞുകൊണ്ട് മാത്രം ഇനി ഫയലുകൾ VCയുടെ അടുക്കിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ VC നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ മിനി കാപ്പന് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കാനുള്ള ID ആക്സസ് ചെയ്യാത്തതും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ ഘട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതടക്കം നൽകണമെന്നൊരു ആവശ്യം സ്വകാര്യ പ്രൊവൈഡറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആവശ്യപ്പെട്ടിട്ടും അത് കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വകാര്യ പ്രൊവൈഡർ പറയുന്നത് ഇപ്പോൾ VC ആവശ്യപ്പെട്ടതിന് പ്രകാരം ഈ ID നൽകാൻ കഴിയില്ല, അല്ലെങ്കിൽ ആക്സസ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആക്സസ് നൽകിയില്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം ഒരുക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയുമായി VC ചർച്ചകൾ നടത്തുന്നത്. ഡിജിറ്റൽ സർവകലാശാലയുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു ആക്സസ് നൽകുന്ന രീതിയിലുള്ള ഒരു ID ക്രിയേറ്റ് ചെയ്ത് മിനി കാപ്പിന് നൽകുകയും അതുവഴി ഫയൽ നീക്കം സുഗമമാക്കാനുമാണ് ഇപ്പോൾ VC ആലോചിക്കുന്നത്. അതേസമയം തന്നെ ഈ പരീക്ഷ സംബന്ധിച്ചിട്ടുള്ള ഫയലുകളൊക്കെ നീക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ അഡ്മിഷൻ സംബന്ധിച്ച കാര്യങ്ങൾ, സർവകലാശാലയിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ബില്ലുകൾ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫയൽ നീക്കങ്ങളാണ് ഇപ്പോൾ താറുമാറായിരിക്കുന്നത്. അതിൽ കൃത്യമായ ഇടപെടാൻ VCക്കോ അല്ലെങ്കിൽ VC ചുമതലപ്പെടുത്തിയിട്ടുള്ള രജിസ്ട്രാർക്കോ കഴിയാത്ത സാഹചര്യം കൂടി ഉണ്ടാകും. എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയൊക്കെ പിൻബലത്തോടുകൂടി ചില ഫയലുകൾ മാത്രം നീക്കം ചെയ്യാനും ചില ഫയലുകൾ പെൻഡിംഗ് ആക്കാനും ഒക്കെയുള്ള ഇടപെടൽ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിമർശനം കൂടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ VC ഇന്ന് സർവകലാശാലയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടി തെളിയിക്കുകയാണ്. VCക്കെതിരെയൊക്കെ പ്രതിഷേധവും ഈ ഘട്ടത്തിൽ ശക്തമാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തലസ്ഥാന ജില്ലയിൽ തന്നെ ഈ തുടരുന്ന പ്രതിഷേധ സമരം, യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ആവശ്യങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ അവർക്കടക്കം വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടുന്നു. പോലീസ് അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും SFIയുടെ സമരത്തിൽ നിഷ്ക്രിയത്വം പാലിക്കുന്നു. ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശദമായ റിപ്പോർട്ട് VC ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗവർണർ കൂടി വിഷയത്തിൽ ഇടപെടാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങളിലും ഈ ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്താൻ വേണ്ടി VCക്കൊപ്പം തന്നെ ഗവർണർ കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഗവർണർ കൂടി ഇതിൽ ഇടപെടുമ്പോൾ ഏത് തരത്തിലുള്ള നിലപാട് സ്വകാര്യ പ്രൊവൈഡർ സ്വീകരിക്കും, ഒപ്പം തന്നെ ആക്സസ് ID അടക്കം നൽകുമോ എന്നുള്ള കാര്യത്തിലും വരും മണിക്കൂർ കണ്ടറിയണം. എന്നാലും ശക്തമായ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് മറ്റ് നടപടികളുമായി VC മുന്നോട്ട് പോവുകയാണ്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണം എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, VP ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വൈകിട്ട് 4:30 വിധി പറയുന്നത്. സിസ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് നിർദ്ദേശം. ഇതിനെതിരെ ഗവർണർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. നിഷ ദിലീപ് ചേരുന്നു. നിഷ, പറയൂ കൂടുതൽ വിവരങ്ങൾ. രോഹിണി, 2 സർവകലാശാലകളിലെയും VCമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ അപ്പീലിലാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. വൈകിട്ട് 4:30 ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, VP ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയുള്ള അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വൈകിട്ട് 4:30 ശേഷം വിധി പറയുന്നത്. എന്തായാലും സിസ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി ഗവർണർ പാലിക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിനെതിരെയാണ് ഗവർണർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും രണ്ട് താൽക്കാലിക VCമാരുടെയും കാലാവധി അവസാനിച്ചത് മെയ് 28-നാണ്. ഈ ഒരു അപ്പീലിൽ അന്തിമ തീരുമാനമാകുന്നതുവരെ ഇവർക്ക് രണ്ടുപേർക്കും തൽസ്ഥാനത്ത് തുടരാമെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയത്. എന്നാൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഡിവിഷൻ ബെഞ്ചിന്റെ വിലക്കുണ്ട്. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ K. ശിവപ്രസാദിന്റെയും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല VC സിസ തോമസിന്റെയും
തോമസിനെയും ചാൻസലർമാരായി ആണ് താൽക്കാലിക VC-മാരായാണ് നിയമിച്ചിരുന്നത്. ഇവരുടെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കേസിലാണ് ഇന്ന് ഗവർണർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 4:30 വിധി പറയുക. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. കേന്ദ്ര സർക്കാർ ഇന്ന് തന്നെ നിലപാട് അറിയിച്ചേക്കും. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട്. ഈ വ്യാഴാഴ്ചയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിലപാട്, അതോടൊപ്പം സുപ്രീംകോടതി ഹർജി പരിഗണിക്കുന്നതും ഇന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രോഹിണി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും നയതന്ത്ര ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഒന്ന്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നയതന്ത്ര പ്രതിനിധികളുടെയും ഭാഗത്തു നിന്നും ആ ഭാഗത്തും ചർച്ച നടക്കുന്നുണ്ട്. ആ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ന് ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തുന്നത്. ഇന്ന് ഈ ഹർജിയിന്മേൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നിലപാട് കൂടി മനസ്സിലാക്കിയ ശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. ഇതിനോടകം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായും ഈ മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ UDF-ലും ശശി തരൂരിനെതിരായ പടയൊരുക്കം ശക്തമാകുന്നു. തരൂരിന്റെ കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനകളിൽ മുസ്ലിം ലീഗിനും RSPക്കും അതൃപ്തി. തരൂരിന്റേത് രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കുന്ന സമീപനം എന്നാണ് UDF നേതൃത്വം വിലയിരുത്തുന്നത്. അതേസമയം വിഷയത്തോട് പ്രതികരിക്കാൻ തരൂർ തയ്യാറായിട്ടില്ല. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നമുക്കറിയാം ശശി തരൂർ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ മോദിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് വികസന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, നല്ല കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതായിരുന്നു. കോൺഗ്രസിന് ഇതിന്മേൽ ആദ്യം മുതൽക്കേ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് UDF-ലെ മറ്റ് ഘടകകക്ഷികളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും ഈ രാജ്യത്തിനൊപ്പം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിന് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് ഒരു രാഷ്ട്രീയ നേതാവ് സ്വീകരിക്കേണ്ട നിലപാട്. ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴും അതിനുശേഷം പഹൽഗാം ആക്രമണവും അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറും തുടർന്നുള്ള നയതന്ത്ര യാത്രകളെല്ലാം നടന്നപ്പോഴെല്ലാം ശശി തരൂർ സ്വീകരിച്ചത് രാജ്യത്തോടൊപ്പം നിൽക്കുന്ന നിലപാടാണ്, പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത് പാർട്ടിക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യമുണ്ടായിരുന്നു. പാർട്ടി പല സമയങ്ങളിൽ കോൺഗ്രസ് ഇതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് വിദേശ പര്യടനത്തിലടക്കം കോൺഗ്രസ് നേതൃത്വം ഇടപെടുകയും അത് നേതൃത്വത്തോട് ചോദിക്കാതെയാണ് തരൂർ യാത്ര ചെയ്യുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോഴും തരൂർ സ്വീകരിച്ചത് രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിനുശേഷമാണ് തുടർന്നുള്ള വിവാദങ്ങളെല്ലാം ഉണ്ടാകുന്നത്. തുടർന്ന് ഈ തരൂരിൻ്റെ നിലപാടിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും എല്ലാം പുകഴ്ത്തിക്കൊണ്ട് തരൂർ നടത്തിയ പ്രസ്താവനകളിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഒട്ടുമിക്ക നേതാക്കളും പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കെട്ട് ഇതുവരെ വിട്ടു തുടങ്ങിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം പോലും ശശി തരൂരിൻ്റെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ എഴുതുകയും ചെയ്തത്. എന്തായാലും ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത് വിയോജിപ്പ് ഇപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ മാത്രമായിരുന്നെങ്കിൽ അതിപ്പോൾ UDF-ൻ്റെ നേതാക്കൾക്കിടയിൽ കൂടി എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF നേതാക്കളും ഈ വിഷയത്തിൽ ഇപ്പോൾ ശശി തരൂരിനെതിരെ പ്രതികരിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം RSP നേതാവ് ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ ഇപ്പോൾ ശശി തരൂരിൻ്റെ നിലപാടുകളെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് അല്ലെങ്കിൽ മുന്നണി സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായൊരു സമീപനമാണ് ഈ ശശി തരൂർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും, മുന്നണിക്ക് ദോഷം ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ശശി തരൂരിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഈ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ നിലവിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിന് ഈ രീതിയിൽ
രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നൊരു തോന്നലും ഈ അതായത് ഈ UDF അംഗങ്ങൾക്ക് അല്ലെങ്കിൽ UDF നേതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇനി വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അനൈക്യം രൂപപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അനൈക്യം രൂപപ്പെട്ടാൽ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തെ അടക്കം ബാധിക്കും. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് വലിയ നിർണായകമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നിർണായകമാണ്. ഇപ്പോൾ തന്നെ പാർട്ടിയുടെ പല ഇടങ്ങളിലും പാർട്ടിക്ക് സ്വാധീനം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടുകൂടി തന്നെ കോൺഗ്രസ് ഒരു വിധത്തിൽ അസ്തമിക്കുന്ന നിലയിലേക്കെല്ലാം സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. മാത്രമല്ല സംഘടനാ പ്രവർത്തനമടക്കം താളം തെറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഈ അടുത്ത സമയത്തുണ്ടായ പ്രതിഷേധങ്ങളിലടക്കം കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം കുറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ശക്തമായ രീതിയിലൊന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യവുമൊക്കെ നിലവിൽ കോൺഗ്രസിനെ പറ്റി നിൽക്കുന്നുണ്ട്. ഇതേപോലെ സംഘടനാ സംവിധാനം ഒന്നാകെ ഒരു തകർന്നു നിൽക്കുന്നൊരവസ്ഥയും നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിലെ ഈ പടലപ്പിണക്കങ്ങളും പോരുകളുമെല്ലാം തുടർന്നയാൽ, അതായത് ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായാൽ പോലും അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഈ UDF നേതൃത്വം ചിന്തിക്കുന്നത്. പ്രശാന്ത്, ഇപ്പോൾ അത്തരമൊരു വിലയിരുത്തൽ UDF-നുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ടെങ്കിൽ പോലും ഏത് രീതിയിൽ ശശി തരൂരിനെ വരുതിയിലാക്കാനായിരിക്കും ശ്രമിക്കുക? കാരണം കോൺഗ്രസിന് പലപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന പല പ്രസ്താവനകളും ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ശശി തരൂർ കൃത്യമായി പറഞ്ഞത് രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി അടിയന്തരാവസ്ഥയുടെ 50 ആണ്ട് എന്ന വിഷയത്തിൽ എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി അടിച്ചേൽപ്പിച്ചത്, ഇന്ദിരാഗാന്ധിയുടെ പിടിവാശിയായിരുന്നു എന്ന തരത്തിലുള്ള ലേഖനം കൂടി ശശി തരൂർ എഴുതുകയുണ്ടായി. ഇപ്പോൾ ഈ വിഷയമെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെയായിരിക്കും UDF ശശി തരൂരിനെ വരുതിയിലാക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രവണതയും ഒറ്റയാനായി തന്നെ UDF-നുള്ളിൽ നിൽക്കുന്ന ഒരു പ്രവണതയും കാണുന്നതുകൊണ്ട് ഇവർക്കിത് എങ്ങനെ സമവായത്തിലെത്തിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നിലവിൽ ഇനി UDF നേതൃത്വം, അതായത് കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ ഈ ഷിബു ബേബി ജോൺ അടക്കമുള്ള UDF നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് സമീപനം സ്വീകരിക്കുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. കാരണം നേരത്തെ പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങളിലെല്ലാം ശശി തരൂരിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചവരാണ് ഈ UDF നേതൃത്വത്തിലുള്ള UDF-ൽ മുന്നണിയിൽപ്പെട്ട മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ഈ RSPയും എല്ലാം പല വിഷയങ്ങളിലടക്കം, അതായത് മുൻപുണ്ടായിട്ടുള്ള പല വിഷയങ്ങളിലടക്കം തരൂരിന് പ്രതിസന്ധി അല്ലെങ്കിൽ തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഒരു തരൂർ അനുകൂല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തരൂരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. പൊതുവേ തരൂരിനെ തള്ളിയ ഒരു നിലപാടാണ് നിലവിൽ ലീഗിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ RSPയും ചിന്തിക്കുന്നത്. കാരണം ഇത്തരം വിഷയങ്ങളിൽ ഈ നരേന്ദ്രമോദിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും നിരന്തരം ഇത്തരത്തിൽ പ്രകീർത്തിക്കുന്നത് അത് പാർട്ടിക്ക് കോട്ടം തെറ്റുന്ന എന്നൊരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. പക്ഷേ ശശി തരൂർ അതിനെ മറ്റൊരു രീതിയിലാണ് വീക്ഷിക്കുന്നത്. കാരണം വികസനങ്ങൾ നടക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളെയാണ് പ്രകീർത്തിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആണ് ശശി തരൂർ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കാണേണ്ടത് ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണമാണ് ഉണ്ടാകുന്നത് എന്നാണ്. നിലവിൽ ഒരു യാതൊരുവിധ പ്രതികരണവും നടത്തേണ്ട എന്ന നിലയിലാണ് ശശി തരൂർ പക്ഷം ചിന്തിക്കുന്നത്. കാരണം കൂടുതൽ സങ്കീർണമാക്കാൻ ശശി തരൂരിൻ്റെ പക്ഷങ്ങളും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടൊരു ഈ വിഷയത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു തുറന്ന പോരിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസിലെ ഈ വിഷയം, അതായത് ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയം മുന്നണിക്കുള്ളിൽ ഒരു പ്രശ്നമായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അത് ഏറ്റവും ഒടുവിൽ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളിലടക്കം ശശി തരൂർ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് വഴങ്ങാതൊരു മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പാർട്ടിയെയും മുന്നണിയെയും അപ്പാടെ ബാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ UDF നേതൃത്വവും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഏത് നിലയിലേക്ക് എത്തും, അതിൻ്റെ അവസ്ഥ എന്താകുമെന്നതടക്കമുള്ളവ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കം അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് മുന്നണികളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലേക്ക് സംസ്ഥാനം മാറുകയും ചെയ്യും, സംസ്ഥാനം കടക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്
പ്രാതിനിധ്യം നൽകുന്നത് അല്ലെങ്കിൽ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ മുന്നണികളെല്ലാം തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യം വരുമ്പോൾ തുടർന്നും ശശി തരൂർ സമാനമായ പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ അത് പാർട്ടിപരമായി നോക്കുമ്പോൾ സംഘടനാപരമായി നോക്കുമ്പോൾ അത് തിരിച്ചടി ഉണ്ടാകുമെന്നൊരു സാഹചര്യവും നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ UDF-നെയും ശശി തരൂരിൽ നിന്ന് അകറ്റുന്നതിൻ്റെ ഒരു കാരണമായിട്ട് വിലയിരുത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെയും UDF-ലെയും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ ഒരു വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തണ്ട എന്ന തീരുമാനത്തിലേക്കാണ് ശശി തരൂരും എത്തിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. നേതാക്കളുടെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രതികരണങ്ങൾ പാർട്ടി എതിർത്താലും അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്താതെ കോൺഗ്രസ് നേതാക്കൾ ആരും ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ശശി തരൂർ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോകുമോ ഇല്ലയോ? അതെ, അതാണ് ശശി തരൂർ വിഷയം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ UDF-ലും ശശി തരൂരിനെതിരായ പടയൊരുക്കം ശക്തമാകുന്നു എന്നതിന്റെ സൂചനകളിലൂടെ മനസ്സിലാക്കേണ്ടത്. തരൂരിന്റെ കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനകളിൽ ഇപ്പോൾ മുസ്ലിം ലീഗിനും RSPക്കും ഒക്കെ കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തരൂരിന്റേത് രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കുന്ന സമീപനം എന്നാണ് നിലവിലിപ്പോൾ UDF നേതൃത്വം വിലയിരുത്തുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കലാലയങ്ങളിലെ ഇസ്ലാമികവത്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത്. കേരള എഡ്യൂക്കേഷൻ റൂളിന് പകരം കേരള മുസ്ലിം റൂളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ ചട്ടം KER ആണുള്ളത്. ആ KER അനുസരിച്ചാണ് കാര്യങ്ങൾ സർക്കാർ നിശ്ചയിക്കേണ്ടത്. പക്ഷേ ഇന്നത് MER ആയിട്ട് മാറിയിരിക്കുകയാണ്. മുസ്ലിം എഡ്യൂക്കേഷൻ റൂൾസ് എന്ന രീതിയിൽ കേരളത്തിലെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ഇസ്ലാമികവൽക്കരണം നടപ്പാക്കാനും തങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ടകൾ നടപ്പാക്കാനുമുള്ള മുസ്ലിം മേലധ്യക്ഷന്മാരുടെ ഒരു ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്ന ഈ ഭരണപരിഷ്കാരങ്ങളെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു ആലോചിച്ചുകൊണ്ടുവരുന്ന വിഷയങ്ങളെല്ലാം അവരുടെ മതത്തിൻ്റെ പേരിൽ എതിർക്കുക എന്ന് പറയുന്ന നയമാണ് കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ കാണിച്ചു കൂട്ടുന്നത്. യോഗയ്ക്ക് പകരം സൂംബ കൊണ്ടുവന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ വേഷമിടണമെന്ന് സർക്കാർ പറയുമ്പോൾ അതൊക്കില്ല, ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് മുസ്ലിം വസ്ത്രധാരണം മാത്രം മതി എന്ന രീതിയിൽ അതിനെ എതിർക്കുന്നു. ഇങ്ങനെ ഏത് കാര്യത്തിനും എതിർക്കുന്ന ഒരു നയം CPM-നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് സാധിക്കുന്നുള്ളതാണ് അവരെ വീണ്ടും ഇത്തരത്തിലുള്ള സമ്മർദ്ദതന്ത്രം പയറ്റാൻ വേണ്ടി പ്രാപ്തരാക്കുന്നത്. അതിനെതിരെ ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ചാലോചിക്കുകയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനഘ. കലാലയങ്ങളിലെ ഇസ്ലാമികവൽക്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നതിനെതിരെ വളരെ ശക്തമായ ഒരു പ്രതിഷേധ സമരം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണല്ലോ വിശ്വ ഹിന്ദു പരിഷത്ത് നൽകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിന്മേൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നിലപാട്? രോഹിണി, കൃത്യമായി തന്നെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ KER ആണ് നടത്തേണ്ടത്, അതായത് കേരള എഡ്യൂക്കേഷൻ റൂൾ. എന്നാൽ അതിനു പകരം കേരള മുസ്ലിം റൂളാണ് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ നടപ്പാക്കുന്നത് എന്ന ഗുരുതര ആരോപണമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതിനവർ നിരത്തുന്ന കുറെ വാദമുഖങ്ങളുണ്ട്. അതിങ്ങനെയാണ്, അതായത് ജെൻഡർ ന്യൂട്രൽ വിഷയം അത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നു. പക്ഷേ ആ സമയത്ത് അതിനെ മതപണ്ഡിതന്മാർ എതിർത്തു. അങ്ങനെ സംസ്ഥാന സർക്കാർ അത് പിൻവലിച്ചു. മാത്രമല്ല, സമസ്ത ഒന്ന് കണ്ണുരുട്ടിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകം അത് സംസ്ഥാന സർക്കാർ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരുന്നു. അത് സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. അതിനുശേഷം സ്കൂൾ സമയമാറ്റം, അത് സ്കൂൾ സമയം അത് രാവിലെ ആക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഇത് രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ വലിയ രീതിയിൽ കൈയടിച്ച് പാസാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആ നിലപാട്. ആ നിലപാടും മതപണ്ഡിതന്മാരുടെ തിട്ടൂരത്തിന് വഴങ്ങി സംസ്ഥാന സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മതവിഭാഗത്തിന്റെ തിട്ടൂരത്തിന് വഴങ്ങുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ സ്കൂൾ സമയമാറ്റം, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും സ്കൂൾ സമയമാറ്റത്തിൽ ഈ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് സമസ്ത പോലുള്ള സംഘടനകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലും സംസ്ഥാന സർക്കാർ ഒരു U-ടേൺ അടിക്കാനുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കൃത്യമായി തന്നെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടത്തുന്ന ഇത്തരത്തിലെ ഇസ്ലാമിക വൽക്കരണത്തിനെതിരെ അതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മറ്റ് ഹൈന്ദവ സംഘടനകൾ
സംഘടനകളെയൊക്കെ തന്നെ കൂട്ടി വലിയ രീതിയിലുള്ള പ്രത്യക്ഷ സമരത്തിലേക്കും ഒക്കെ തന്നെ കടക്കാനുള്ളൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇവർ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങളല്ല, ഏതെങ്കിലും സ്വകാര്യ വിദ്യാലയങ്ങളിലല്ല, പൊതുവിദ്യാലയങ്ങളിലാണ്. ആ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന പല നടപടികളും അത് മതസംഘടനകൾ അതിലേക്ക് ഇടപെടുന്നു, സംസ്ഥാന സർക്കാർ അതിൽ മൗനം പാലിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത്. മാത്രമല്ല ഒരു നടപടിയും മതസംഘടനകൾ ഇത്തരത്തിൽ ഉന്നയിക്കുന്ന ഒരു കാര്യത്തിന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇത് സമസ്ത അടക്കമുള്ള സംഘടനകൾ പറഞ്ഞിരിക്കുന്നത് 12,000 കുട്ടികളാണ് ഇത്തരത്തിൽ മദ്രസകളിൽ പഠിക്കുന്നത് എന്നതാണ്. എന്നാൽ ആ 12,000 കുട്ടികൾക്ക് വേണ്ടി മറ്റ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുടെ എല്ലാ അവകാശങ്ങളും സംസ്ഥാന സർക്കാർ ലംഘിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ്. അതായത് മതസംഘടനകൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെയുള്ള ഇടപെടൽ തുടരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇനിയും ഈ നിലപാടാണ് ഇസ്ലാം മത സംഘടനകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധ മുഖവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല ഇവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ മതസംഘടനകളുടെ തിട്ടൂരത്തിന് വഴങ്ങി സംസ്ഥാന കലാലയങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള പുത്തൻ തീരുമാനങ്ങളൊക്കെ തന്നെ പിന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇവർ പ്രതിഷേധ പരിപാടികളിലൊക്കെ തന്നെ കടക്കുക എന്നതാണ്. എന്തായാലും ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാടുകൾക്കെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു കാരണവശാലും മതസംഘടനകൾക്ക് ഇടപെടാൻ അവകാശമില്ല. അങ്ങനെ ഇടപെടുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാർ വിലക്കണം. ആ വിലക്ക് ലംഘിച്ചും ഇടപെടാൻ ഒരു കാരണവശാലും ഈ മതസംഘടനകൾക്ക് കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ച ചെയ്യും എന്ന ബോധ്യം ഇത്തരത്തിൽ ഇസ്ലാം മത സംഘടനകൾക്ക് ഉള്ളത് കൊണ്ടാണ് അവർ നിരന്തരം ഇങ്ങനെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. അതെ അനഘ, അതുതന്നെയാണ് അപകടകരമായ ഒരു സാഹചര്യം. കാരണം മത നേതാക്കൾ വയ്ക്കുന്ന തിട്ടൂരത്തിന് മുൻപിൽ ഇത്തരത്തിൽ സർക്കാർ മുട്ടുമടക്കുന്നു എന്നുള്ളത്, അതിനെതിരെ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തേണ്ടത് മറ്റ് സമുദായങ്ങളുടെ കൂടി ആവശ്യമാണ്. കാരണം ഇസ്ലാമിക മതവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള മത നേതാക്കൾ പറയുന്നതൊക്കെ സർക്കാരിന് അനുസരിക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം അല്ലെങ്കിൽ സമരം സംഘടിപ്പിക്കും എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പറയുമ്പോൾ അത് ഇനി വരും കാലങ്ങളിലും അത്തരത്തിൽ അവരുടെ ശക്തമായ പ്രതിഷേധം ഇത്തരത്തിലുള്ള മതവൽക്കരണം അല്ലെങ്കിൽ ഇസ്ലാമികവൽക്കരണം കലാലയങ്ങളിൽ നടത്തുന്നതിനെതിരെ തുടർന്നും ഉണ്ടാകുമെന്നുള്ളൊരു താക്കീതായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ലേ? തീർച്ചയായും രോഹിണി, അതായത് ഈ കാലം അത്രയും മതസംഘടനകളുടെ തിട്ടൂരത്തിന് സംസ്ഥാന സർക്കാർ വഴങ്ങിയിട്ടുണ്ട് എന്നാണ് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അതൊരിക്കലും സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മതമില്ലാത്ത ജീവൻ, അതുപോലെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നപ്പോൾ സ്കൂൾ സമയമാറ്റം അത് രാവിലെ ആക്കാനുള്ള തീരുമാനം, ഇതൊക്കെ സംസ്ഥാന സർക്കാർ പിൻവലിച്ചത് മതസംഘടനകൾ സമസ്ത പോലുള്ള മതസംഘടനകൾ ഒന്ന് കണ്ണുരുട്ടിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഈ നിലപാടുകളിൽ നിന്നൊക്കെ പിന്നോട്ട് പോയത്. പക്ഷെ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് മറ്റ് സംഘടനകളൊക്കെ തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വന്നിരുന്നെങ്കിലും ഇത്തരത്തിൽ പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ മറ്റ് സമരപരിപാടികളിലേക്ക് കടക്കുമെന്നൊന്നും അന്നവർ പറഞ്ഞിരുന്നില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ സ്കൂൾ സമയമാറ്റത്തിലടക്കം ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തങ്ങളുടെ നയം നടപ്പിലാക്കാനുള്ള നീക്കം ഇത്തരം മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടാകുന്നു എന്ന് തോന്നിയപ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ നിരന്തര ഇടപെടൽ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വരുന്നതും ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കും. മാത്രമല്ല ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇത്തരത്തിൽ ഒരു മതസംഘടനകൾക്ക് മാത്രം സംസ്ഥാനത്തെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരം സംസ്ഥാന സർക്കാർ കൊടുക്കരുത്. ഇത് സംസ്ഥാന സർക്കാരിന്റെ മതപ്രീണന രാഷ്ട്രീയത്തിലേക്കാണ് വഴിവെക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്തായാലും പറയുന്നത്. എന്തായാലും ഇക്കാലം അത്രയും ഇത്തരത്തിൽ മതസംഘടനകളുടെ വാക്കിന് സംസ്ഥാന സർക്കാർ വഴങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങനെ വഴങ്ങാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. കാരണം വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ പ്രത്യക്ഷമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയാണ്. രോഹിണി, ശരി അനഘ, കലാലയങ്ങളിലെ ഇസ്ലാമികവത്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരമുണ്ടാകും എന്ന മുന്നറിയിപ്പുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.
ഹിരണ്യഗർഭം എന്ന പുരാതന ചടങ്ങ് പുനരാവിഷ്കരിച്ച് കോട്ടയം സൂര്യകാലടിമന. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ സമയം നടത്തപ്പെടുന്ന അധികാരപരമായ ചടങ്ങായിരുന്നു ഹിരണ്യഗർഭം. പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപത്തെയും എല്ലാത്തിന്റെയും ഉറവിടമായ ബ്രഹ്മത്തെയുമാണ് ചടങ്ങിലൂടെ പ്രതീകവത്കരിക്കുന്നത്. തിരുവിതാംകൂറിൽ സാമന്തനായ കിരീടാവകാശിയെ സാമന്ത ക്ഷത്രിയനാക്കുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം. ഈ ചടങ്ങിനു ശേഷമാണ് രാജാവായി പട്ടാഭിഷേകം നടത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഹിരണ്യഗർഭത്തെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് കോട്ടയത്തെ സൂര്യകാലടിമനയിൽ. പൂജാതി കർമ്മങ്ങൾക്കൊപ്പം പ്രതീകാത്മകമായി നിർമ്മിച്ച ഗോമാതാവിനുള്ളിലൂടെ ഒരാൾ കയറി ഇറങ്ങുന്നതാണ് ചടങ്ങ്. ചടങ്ങിനു ശേഷം പാപകർമ്മ ദോഷങ്ങൾ മാറി പുതിയ മനുഷ്യനായി പുനർജനിക്കുന്നു എന്നതാണ് വിശ്വാസം. ഏതെങ്കിലും തരത്തിലുള്ള ജാതകവശാലുള്ള ദോഷങ്ങൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒരു നൂതന ജന്മം നടത്തി പഴയ കർമ്മങ്ങളെയൊക്കെ പരിത്യജിച്ച് അതുവരെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ പരിത്യജിച്ച് ഒരു നൂതന ജന്മത്തിൽ കൂടെ ശുദ്ധമായ ഒരു പുനർജന്മം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ ഹിരണ്യഗർഭം നടത്തുന്നത്. ഹിരണ്യഗർഭം എന്ന ആശയം ആദ്യമായി പരാമർശിക്കപ്പെടുന്നത് മഹാപുരുഷ സൂക്തം, വിശ്വകർമ്മ സൂക്തം, നാരായണ സൂക്തം എന്നീ വേദഗ്രന്ഥങ്ങളിലാണ്. പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപത്തെയും എല്ലാത്തിന്റെയും ഉറവിടമായ ബ്രഹ്മത്തെയും പ്രതീകവൽക്കരിക്കുന്നു ഈ ചടങ്ങിലൂടെ. ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഒരു ക്രിയയ്ക്ക് ഇന്നിവിടെ സാക്ഷ്യം കുറിച്ചു. ഇവിടെ പ്രധാനമായിട്ടും ചെയ്ത ക്രിയയുടെ ഒരു ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ പല കോടി ജന്മം കൊണ്ടാണ്, അല്ലെങ്കിൽ കോടി ജന്മ പുണ്യം കൊണ്ടാണ് ഒരാൾക്ക് മനുഷ്യജന്മം സിദ്ധിക്കുക. അങ്ങനെ മനുഷ്യജന്മം സിദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താ വെച്ചാൽ ഈശ്വരപ്രാപ്തിയാണ്, ഭഗവാനെ അടയുകയാണ്. ആ ഭഗവാനെ അടയണമെങ്കിൽ ചിത്തം ശുദ്ധമാവണം. ചിത്തം ശുദ്ധമാവണമെങ്കിൽ എങ്ങനെയാ ചിത്തം ശുദ്ധമാവുക ചോദിച്ചാൽ സംസ്കാരങ്ങൾ കൊണ്ടാണ് ശുദ്ധമാവുക. ഈ സംസ്കാരം എങ്ങനെയാ നിശ്ചയിച്ചിരിക്കുക വെച്ചാൽ വേദമന്ത്രങ്ങൾ കൊണ്ടാണ് സംസ്കാരങ്ങൾ നിശ്ചയിച്ചിരിക്കുക. അത് അതാത് പ്രായങ്ങളിൽ വേണ്ട പോലെ ഉചിതമായ സമയത്ത് ആചാര്യനെ വെച്ച് ആ സംസ്കാരങ്ങൾ ചെയ്യണം. പണ്ട് തിരുവിതാംകൂർ രാജാവിന്റെ പട്ടാഭിഷേകവുമായി ബന്ധപ്പെട്ടാണ് ചടങ്ങ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് കർമ്മദോഷവും ജാതകദോഷവും പരിഹരിക്കാനായാണ് നടത്തിയത്. കാലടി ശങ്കരമഠം ശേഷാദ്രി ശാസ്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ജനം, കോട്ടയം. ചിരട്ട കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് അത്ഭുതപ്പെടുത്തുകയാണ് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സന്തോഷ്. ഊന്നുവടി മുതൽ പ്രതിമകൾ വരെ മനോഹരമായാണ് ചിരട്ടയിൽ മെനഞ്ഞെടുത്തിരിക്കുന്നത്. കാണാം ആ കാഴ്ചകൾ. ഈ കാണുന്ന ഊന്നുവടി മുതൽ ഈ ഇരിക്കുന്ന ശ്രീബുദ്ധൻ വരെ ചിരട്ടയിലാണ് നിർമ്മിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇത് കോട്ടയം കൈപ്പുഴ സ്വദേശി സന്തോഷേട്ടൻ നിർമ്മിച്ചെടുത്തതാണ് ഇതെല്ലാം. കാണാം കോട്ടയം കൈപ്പുഴയിലെ ചിരട്ടയിൽ തീർത്ത വിസ്മയങ്ങൾ. അസുഖം ശരീരം തളർത്തിയ ഒരു ദുരിതകാലം. കിടന്ന കിടപ്പിൽ തുടങ്ങിയതാണ് ചിരട്ട ലോകത്തേക്കുള്ള ഈ യാത്ര. ഇപ്പോഴിതാ മനോഹര ശില്പങ്ങളും കരകൗശല വസ്തുക്കളുമായി ആ യാത്ര ചെന്നെത്തി നിൽക്കുന്നു. സ്വന്തമായിട്ട് പണിത് ഒരു ഇതായതാണ്. നമുക്ക് വേറെ എങ്ങും എനിക്ക് പണിക്ക് പോകാൻ മേലായിരുന്നു. അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ അതിലിരിക്കുക, അങ്ങനെ ഇരുന്നിരുന്നാണ് ഞാൻ അതുണ്ടാക്കിയത്. നാട്ടിൻപുറത്തെ വീടിന് മുന്നിലെ ചെറിയ കടയാണ് ഉപജീവന മാർഗം. തിരക്കില്ലാത്തതിനാൽ സമയം ധാരാളം. അങ്ങനെ ചിരട്ടയോടുള്ള കൗതുകം കൂടിയപ്പോൾ പിറന്നു മനോഹരമായ ശില്പങ്ങൾ. ശ്രീകൃഷ്ണൻ, ശ്രീ ഗണപതി, ശ്രീനാരായണ ഗുരു, ശ്രീബുധൻ. അങ്ങനെ ഗുരുദേവനിലായിരുന്നു ആദ്യ പരീക്ഷണം. പിന്നീട് ആവശ്യക്കാരും ഏറി. ഞാൻ വിഗ്രഹമായിട്ട് ആദ്യം ഉണ്ടാക്കിയത് ഗുരുദേവനെയാണ്. അപ്പോൾ അത് എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞാണ് ഒരു കൃഷ്ണനെ ഉണ്ടാക്കണമെന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി. ഗണപതി ഉണ്ടാക്കി. അങ്ങനെ ഓരോന്നോരോന്ന്. ഇതൊന്നും എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവാണ്. ആകൃതിക്കൊത്ത് വെട്ടിയൊതുക്കിയ ചിരട്ടച്ചീളുകൾ ഒട്ടിച്ചു ചേർത്താണ് നിർമ്മാണ രീതി. ക്ഷമയും സമർപ്പണവും കൈമുതലാവണം. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം വേറെ ഒന്നുമില്ല, ചിരട്ട മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഞാൻ ഏത് വിഗ്രഹമാണേലും ഞാൻ ഇതിന്റെ മുഖമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പം മുഖം ഉണ്ടാക്കി ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ബാക്കി തുടങ്ങത്തുള്ളൂ.
അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചു വന്നിട്ട് മുഖം ശരിയായില്ലെങ്കിൽ എൻ്റെ വർക്കിൻ്റെ മൊത്തം പോകും. വയലിൻ ഇത് രണ്ടാമത്തെ വയലിനാണിത്. ഒരെണ്ണം കൊടുത്തായിരുന്നു. എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ സൗണ്ട് കേൾക്കുമെന്ന്. ചെറിയൊരു സൗണ്ടാണ് ഞാൻ കാണുള്ളൂ എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ അതിശയായി. ഒറിജിനൽ ഇതിന്റെ അളവ് തന്നെയാണ് ഈ വയലിനെടുത്തത്. പക്ഷെ കമ്പിയെല്ലാം സെറ്റ് ചെയ്തത് ഞാൻ തന്നെ. അതും എനിക്കറിയത്തില്ലായിരുന്നു. കടയിൽ ചെന്ന് സാധനം ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞ് പറ്റത്തില്ല, അവർക്ക് 3-4 ഓർഡർ ഉണ്ടെങ്കിലേ ഉള്ളൂ, അവർ വെളിയിൽ നാളെ വിളിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇതിന്റെ സാധനം തരാമെന്ന് ചോദിച്ചു. അന്നേരം അവരോട് തന്നെ ഞാൻ പറഞ്ഞത് കണ്ണുകൊട്ടന്റെ മാവേട്ടാറാണ്, നമ്മൾ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല, ആകെ അളവെടുക്കാനായിട്ടാണ് ഇതൊന്ന് കൈകൊണ്ട് പിടിക്കുന്നത്. അത്ഭുതമാണ് ഈ കലയും കലാകാരനും. പ്രോത്സാഹനം നൽകിയാൽ ഇനിയും തിളങ്ങും. ജനം, കോട്ടയം. ബഹിരാകാശ യാത്ര അതിശയിപ്പിക്കുന്നതായിരുന്നുവെന്ന് ശുഭാൻഷു ശുക്ല. ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെ നടത്തിയ യാത്രയയപ്പ് ചടങ്ങിലായിരുന്നു ശുഭാൻഷു ശുക്ലയുടെ വാക്കുകൾ. 2 ആഴ്ച ബഹിരാകാശത്ത് തങ്ങിയ ആക്സിയം 4 സംഘം ഇന്ന് ഭൂമിയിലേക്ക് തിരിക്കും. അൺഡോക്കിങ്ങിനായി ഉച്ചയ്ക്ക് 2:30 ആക്സിയം 4 സംഘം സ്പേസ് ഡ്രാഗൺ ഗ്രേസ് പേടകത്തിൽ പ്രവേശിക്കും. അത്ഭുതകരമായ യാത്ര, അങ്ങനെയാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തെ സുഭാൻഷു ശുക്ല വിശേഷിപ്പിച്ചത്. ബഹിരാകാശത്ത് ദീർഘകാല ദൗത്യം നടത്തുന്ന എക്സ്പെഡീഷൻ 73 ക്രൂ അംഗങ്ങളാണ് സംഘത്തിന് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പിന്റെ ഭാഗമായി പ്രത്യേക വിഭവങ്ങൾ ഉൾപ്പെടുത്തി ഫെയർവെൽ പാർട്ടിയും ഒരുക്കിയിരുന്നു. ബഹിരാകാശത്ത് നിന്ന് ഇന്നത്തെ ഭാരതം എങ്ങനെയാണെന്ന് അറിയാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഭാരതത്തിൽ നിറയുന്നത് ആത്മവിശ്വാസവും നിർഭയവുമാണെന്ന് ശുഭാൻഷു ശുക്ല പറഞ്ഞു. कमाल की यात्रा रही है ये मेरी, लेकिन अब जैसे मेरी ये यात्रा खत्म होने वाली है, आपकी और मेरी यात्रा अभी बहुत लंबी है. हमारी ह्यूमन स्पेस मिशन की जो यात्रा है वो बहुत लंबी है और बहुत कठिन भी है. लेकिन मैं आपको विश्वास दिलाता हूँ कि अगर हम निश्चय कर लें तो तारा अभी प्राप्यंत है. इवन स्टार्स आर अटेनेबल. 40 साल पहले कोई भारतीय अंतरिक्ष में गए थे और उन्होंने हमें बताया था कि ऊपर से भारत कैसा दिखता है. और कहीं ना कहीं मुझे लगता है कि हम सब ये जानना चाहते हैं कि आज भारत कैसा दिखता है. मैं आपको बताता हूँ, आज का भारत स्पेस से महत्वाकांक्षी दिखता है. आज का भारत निडर दिखता है. आज का भारत कॉन्फिडेंट दिखता है. आज का भारत गर्व से पूर्ण दिखता है. और इन्हीं सब कारणों की वजह से मैं एक बार फिर से कह सकता हूँ कि आज का भारत अभी भी സാരെ ജഹാൻ സെ അച്ഛാ ദിഖ്താ ഹൈ. ബഹിരാകാശ യാത്ര വളരെ ദൈർഘ്യവും ബുദ്ധിമുട്ടേറിയതും ആയിരുന്നു. എന്നാൽ നാം വിചാരിച്ചാൽ നക്ഷത്രങ്ങളെ വരെ അടുത്തറിയാൻ സാധിക്കുമെന്ന് ശുഭാൻഷു കൂട്ടിച്ചേർത്തു. ആക്സിയോം സ്പേസിനും സ്പേസ് എക്സിനും നാസയ്ക്കും നന്ദി പറഞ്ഞാണ് ശുഭാൻഷു ശുക്ല വാക്കുകൾ അവസാനിപ്പിച്ചത്. സയൻസ് ഡെസ്ക്, ജനം. നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം 1 മണിക്കൂർ പിന്നിടുകയാണ്. നമുക്കിനി അടുത്ത മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കി വരാം. നിമിഷപ്രിയയ്ക്ക് ഇന്ന് നിർണായകം. മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചേക്കും. വധശിക്ഷ നടപ്പാക്കുക മറ്റന്നാൾ. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടർക്കഥ. ഗവർണറുടെ ഇടപെടൽ ഉടനുണ്ടായേക്കും. രജിസ്ട്രാർ മിനി കാപ്പൻ കാണാത്ത ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് VC. തരൂരിനെതിരെ UDF-ൽ വൻ പടയൊരുക്കം. മോദി പ്രശംസയിൽ ലീഗിനും RSPയ്ക്കും അതൃപ്തി. രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കുന്ന സമീപനമെന്ന് വിലയിരുത്തൽ.
പിണറായി സർക്കാരിന്റെ മതപ്രീണന നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തം. കലാലയങ്ങളിലെ ഇസ്ലാമികവൽക്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു. ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി വിശ്വ ഹിന്ദു പരിഷത്ത്. സർക്കാർ ആശുപത്രികൾക്ക് ശ്വാസം മുട്ടുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിലച്ചിട്ട് 1 മാസം. അടിമാലി താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് ബലക്ഷയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനം. പ്രതിഷേധം ശക്തമാക്കി PSA ഉദ്യോഗാർത്ഥികൾ. ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിലേക്ക്. ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ ചൈന സന്ദർശനം. ബെയ്ജിംഗിലെത്തുന്നത് ചൈനയെ വകവയ്ക്കാതെ ദലൈലാമയുടെ പിറന്നാൾ ആഘോഷം ഭാരതത്തിൽ നടക്കാനിരിക്കെ. ശുഭാൻഷു ശുക്ലയും സംഘവും തിരികെ ഭൂമിയിലേക്ക്. മടക്കയാത്ര ഉച്ചയ്ക്ക് 2:30 ബഹിരാകാശം അതിശയിപ്പിച്ചുവെന്ന് ശുഭാൻഷു. ലോർഡ്സ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യയ്ക്ക് വിജയം 135 റൺസ് അകലെ. 4ാം ദിനം 4 വിക്കറ്റിന് 58 റൺസ്. വിംബിൾഡണിൽ കാർലോസ് അൽക്കാരസിനെ തോൽപ്പിച്ച യാനിക് സിന്നർ ചാമ്പ്യൻ. തിരുവനന്തപുരം കല്ലമ്പലം MDMA കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിനായി പ്രതി സഞ്ജുവിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പല യുവ നടന്മാരുമായി സഞ്ജുവിന് അടുത്ത ബന്ധമാണുള്ളത്. വർക്കലയിൽ ചിത്രീകരണത്തിനെത്തിയ പ്രമുഖ നടൻ സഞ്ജുവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് കണ്ടെത്തൽ. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, തിരുവനന്തപുരം കല്ലമ്പലം MDMA കേസിൽ ഒരുപക്ഷെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ പ്രതി സഞ്ജുവിൽ നിന്ന് പോലീസ് തേടുന്നതിലൂടെ തന്നെ കൂടുതൽ നടന്മാരടക്കമുള്ള പ്രമുഖർ ഇത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ കൂടി പുറത്തു വരികയില്ലേ? രോഹിണി, വിദേശത്തു നിന്നും രാസലഹരി കടത്തിയ കേസിൽ 5 കോടി രൂപയുടെ രാസലഹരി കടത്തിയ കേസിൽ, അത് പിടിയിലായ കേസിൽ മുഖ്യപ്രതിയാണ് സഞ്ജു. സഞ്ജുവിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കണ്ണികളുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ഇതിലുൾപ്പെട്ട വലിയ ശൃംഖലകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിലെ വൻപൻ സാബുകൾ ആരൊക്കെയുണ്ട് എന്നതടക്കമുള്ളവരെ കണ്ടെത്താൻ കഴിയുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. സമാനമായ രീതിയിൽ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഒരുങ്ങുന്നത്. കൂടുതൽ പേരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെട്ടവരെല്ലാം കണ്ടെത്തേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടിയടക്കം നടത്തേണ്ടിയിരിക്കുന്നത്. സിനിമാ ബന്ധമടക്കം ഈ കേസിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് സഞ്ജു ഒരു യുവനടനുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഒരു യുവനടൻ സഞ്ജുവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് വർക്കലയിൽ വെച്ച് ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നിരുന്നു. ആ ഷൂട്ടിംഗ് വേളയിലും ഈ നടൻ സഞ്ജുവുമായി ബന്ധപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ വിവിധ തലങ്ങളിലുള്ളവരുമായി ബന്ധപ്പെട്ട സഞ്ജുവിന് അടുത്ത ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് നിരീക്ഷിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഈ രാസലഹരി വിൽപ്പനകളടക്കം സിനിമാ മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പോലീസും മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളെല്ലാം സഞ്ജുവിൽ നിന്നും ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല വിദേശത്തു നിന്നും അവിടെ നിന്നും ഈ പിടികൂടാതെ അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റംസിൽ നിന്നും വെട്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് ഈ രാസലഹരി വസ്തുക്കൾ എത്തിച്ചത്. ഈന്തപ്പഴത്തിൽ പൊതിഞ്ഞ കറുത്ത കവറിൽ ഈന്തപ്പഴത്തിനുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നിലയിലൊക്കെയായിരുന്നു ഈ ലഹരി വസ്തുക്കൾ കടത്തിയത്. എന്നാൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും അവിടെയും അത് പിടികൂടാൻ സാധിച്ചതുമില്ല. അതിനുശേഷമാണ് രഹസ്യവിവരം പോലീസ് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഡാൻസ് ഓഫ് നടത്തിയൊരു അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പിടികൂടുകയും 17 കുപ്പി വിദേശ മദ്യവും 5 കോടി രൂപ വില മതിക്കുന്ന തരത്തിലുള്ള 1.25 കിലോ MDMA പിടികൂടിയത്. സഞ്ജുവിനെതിരെ നേരത്തെയും പലതവണ കേസുകളുണ്ട്. ഈ MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. വർക്കല കേന്ദ്രീകരിച്ചിട്ടുള്ള വിൽപ്പന നടത്തുന്നു എന്നടക്കമുള്ള രീതിയിൽ കേസുകൾ രജിസ്റ്റർ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ വരികയാണ്. മുമ്പ് നേരത്തെ സഞ്ജുവിൻ്റെ വസതിയിൽ ഈ മുന്തിയ ഇനം നായകളെ വളർത്തിക്കൊണ്ട് ആ നായകളുടെ മറവിൽ ഈ MDMAയും അതോടൊപ്പം തന്നെ മറ്റു ലഹരി വസ്തുക്കളും വിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ നായകളെ അഴിച്ചുവിട്ടുകൊണ്ട് രക്ഷപ്പെടുന്നതായിരുന്നു തന്ത്രം. ഇങ്ങനെയൊക്കെയാണ് സഞ്ജുവിൻ്റെ ഒരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ
പോലീസിന് കൃത്യമായ വിവരങ്ങളുണ്ട്, കൂടുതൽ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് കൃത്യമായ വിവരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കൂടുതൽ പ്രതികളിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലുണ്ടെങ്കിൽ ആരൊക്കെയാണെന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിലേക്കെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ അത് സഞ്ജുവിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് പോലീസ് കടക്കും. അതിനുശേഷമായിരിക്കും ഇതിൽ ഉൾപ്പെട്ട കണ്ണികൾ ആരൊക്കെയാണ്, എത്ര പേരുണ്ട് എന്നടക്കമുള്ള കാര്യത്തിൽ പോലീസും അതോടൊപ്പം തന്നെ കണ്ടെത്തുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിലൊരു അന്വേഷണം നടത്തണം. വർക്കല കേന്ദ്രീകരിച്ച് ഈ വലിയ രീതിയിൽ ലഹരി വിൽപ്പനകൾ നടത്തുന്നുണ്ട് എന്ന നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. മാത്രമല്ല വിനോദസഞ്ചാര മേഖലകളാണ്, വിദേശത്ത് അടക്കം നിരവധി പേർ അവിടെ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമായും വർക്കല കേന്ദ്രീകരിച്ചാണ് സഞ്ജുവിൻ്റെ ഈ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കേന്ദ്രമായി മാറിയത്. അവിടെ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് ഇത് നൽകുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ രീതിയിൽ ബന്ധമെന്നുള്ളത് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലൂടെ തന്നെ വ്യക്തമാകും. അതുകൊണ്ട് തന്നെയാണ് കേസിൽ വിശദ ചോദ്യം ചെയ്യലിനായി പ്രതി സഞ്ജുവിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഇതിലുള്ള കണ്ണികൾ ആരൊക്കെ എന്നുള്ളതിലൊരു വ്യക്തത ഒരുപക്ഷെ പോലീസിന് ഇതിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ MDMAയുമായി പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസുമായി ബന്ധമുള്ള നടന്മാരെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. അന്വേഷണത്തിന്റെ ഭാഗമായി 4 പേരിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. റിൻസി മുംതാസിനെ തൃക്കാക്കര പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. നിഷ ദിലീപ് ചേരുന്നു. നിഷ പറയൂ. രോഹിണി, റിമാൻഡിലുള്ള റിൻസി മുംതാസിനെ തൃക്കാക്കര പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട, അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഈ റിൻസി മുംതാസിന്റെ സിനിമാ മേഖലയിലുള്ള ബന്ധങ്ങൾ സംബന്ധിച്ച് പോലീസിന് നേരത്തെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. എങ്കിലും വിശദമായുള്ള അന്വേഷണത്തിൽ വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൽ 4 പേരെ, ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന 30 പേരുടെ ലിസ്റ്റ്, ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന 30 പേരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 4 പേരെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്തതായാണ് വിവരം. എന്തായാലും സിനിമാ രംഗത്തെ ഡ്രഗ് ലേഡി എന്നാണ് ഈ റിൻസി മുംതാസ് അറിയപ്പെടുന്നത്. ഇവർ നിരന്തരം സിനിമാ പ്രമോഷൻ പരിപാടികൾ നടത്തിയിരുന്നു. ഈ സിനിമാ പ്രമോഷൻ പരിപാടികളുടെ ഭാഗമായി നടന്മാർക്ക് ലഹരി എത്തിച്ചിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. എന്തായാലും പോലീസ് ഇന്ന് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി തൃക്കാക്കര പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യും. റിൻസി മുംതാസ് ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകൾ നടത്തിയിരുന്നു, ലഹരി പാർട്ടികൾ നടത്തിയിരുന്നു, നടന്മാർക്ക് സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി ലഹരി എത്തിച്ചു നൽകി എന്നതൊക്കെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവർ നടന്മാർ, സിനിമാ മേഖലയിലുള്ളവരുമായി അടക്കം നടത്തിയ വാട്സപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക. റിൻസി മുംതാസിന് മലയാളത്തിലെ പ്രമുഖ യുവ നടന്മാരുമായി ബന്ധമുണ്ട്. ഇവരുമായി വാട്സപ്പ് ചാറ്റുകൾ നടത്തിയിട്ടുണ്ട്, ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെയാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും തൃക്കാക്കര പോലീസ് ഇന്ന് റിൻസി മുംതാസിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ ഏതൊക്കെ നടന്മാരുമായി ഇവർ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു, ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ 30 പേർ, ഇതിൽ സിനിമാ രംഗത്ത് അടക്കമുള്ള ആളുകളുണ്ട്. ഇവരുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടവരുടെ 30 പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി റിൻസിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ ലഹരി ഇടപാട് സംബന്ധിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനധികൃത നിയമനത്തിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി PSC ഉദ്യോഗാർത്ഥികൾ. PSC എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സംവിധാനങ്ങളെ മറികടന്ന് നിയമനം കരാർ കമ്പനികളെ ഏൽപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, ഏത് രീതിയിലുള്ള അനധികൃത നിയമനങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്? ഇതിനെതിരെ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ PSC ഉദ്യോഗാർത്ഥികളടക്കം നടപ്പിലാക്കാനും ഒരുങ്ങുന്നത്? രോഹിണി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളിലെ നിയമനം അത് അംഗീകൃത സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെയാണ് PSC ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, PSC തയ്യാറാക്കിയ സ്റ്റാഫ് നഴ്സ് റാങ്ക് പട്ടികയിൽ നിലവിൽ 2000-ലധികം പേർ നിലവിൽ ഈ റാങ്ക് പട്ടികയിലുണ്ട്. ഇവരെ ഇപ്പോൾ നിയമിക്കുന്ന ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളിലെ ഒഴിവിലേക്ക് ഈ ഉദ്യോഗാർത്ഥികളെ എടുക്കണമെന്ന ആവശ്യമാണ് PSC ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഈ ഒഴിവുകൾ 68 സ്റ്റാഫ് നഴ്സുമാരുടെ ഒഴിവുകളുണ്ട്, അതുപോലെ 40 നഴ്സസ് അസിസ്റ്റൻസിന്റെ ഒഴിവുകളുണ്ട്. അങ്ങനെ തുടങ്ങി ഇത്തരം തസ്തികയിലേക്കായി 150 ഒഴിവുകളാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളത്. പക്ഷേ ഈ ഒഴിവുകളിലേക്കൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്
അതായത് ഏതെങ്കിലും ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള ജീവനക്കാരെ നിയമിക്കുക എന്നതാണ്. പക്ഷേ ഈ PSC ഉദ്യോഗസ്ഥർ തങ്ങൾ രാവും പകലും പഠിച്ചുകൊണ്ട് നേടിയിരിക്കുന്ന PSC റാങ്ക് ലിസ്റ്റിൽ കയറിയവരാണ്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനി 1 വർഷം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത്തരത്തിലുള്ള ഒഴിവുകളിലേക്ക് അർഹതപ്പെട്ട തങ്ങളെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് PSC ഉദ്യോഗാർത്ഥികൾ തന്നെ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. എന്തായാലും ഈ സർക്കാരുമായി ഈ കാര്യത്തിൽ കൃത്യമായൊരു പരാതി ഈ PSC ഉദ്യോഗാർത്ഥികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരാതിക്ക് മേൽ സർക്കാർ ഒരു മറുപടിയും മറ്റൊന്നും തന്നെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായി മെഡിക്കൽ കോളേജിന് മുന്നിലടക്കം സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് PSC ഉദ്യോഗാർത്ഥികളുടെ നീക്കം. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയം. കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളലുകൾ രൂപപ്പെട്ടു. ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും പ്രസവ വാർഡ് സുരക്ഷിതമുള്ള മറ്റൊരിടത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുകയും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പ്രസവ വാർഡ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കണം എന്നുമുള്ള ആവശ്യവും ശക്തമാകുകയാണ്. അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിട സൗകര്യം ഒരുങ്ങുമ്പോഴും ആശുപത്രിയിലെ പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നത് ബലക്ഷയമുള്ള കെട്ടിടത്തിലാണെന്നാണ് പരാതി. ലേബർ റൂമിനു പുറമെ നവജാത ശിശുക്കളുടെ പരിശോധനാ മുറി, പ്രസവ വാർഡ്, ഫാർമസി സ്റ്റോർ ഇവയും ഇതേ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളലുകൾ രൂപപ്പെടുകയും ചിലയിടങ്ങൾ അടർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. സദാസമയം സ്ത്രീകളുടെയും ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഇടമാണ് ഇവിടം. ഏതെങ്കിലും സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ ഭാഗം അടർന്നു വീണാൽ പോലും അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും. ദേവികുളം താലൂക്കിലെ ഏറ്റവും കൂടുതൽ രോഗികൾ വന്നു പോകുന്ന ഒരു ആശാ കേന്ദ്രമാണ് അടിമാലി താലൂക്ക് ആശുപത്രി. പ്രത്യേകിച്ച് ഈ അഭിവീസ മാനൂര് കാഞ്ഞൂർ വട്ടവട, പ്രത്യേകിച്ച് പുറത്തിക്കുടി, ഉടുമ്പൻചോല താലൂക്കിന്റെ ഒരു ഭാഗം, ഇടുക്കി താലൂക്കിന്റെ ഒരു ഭാഗം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു ആശാ കേന്ദ്രമാണ് താലൂക്ക് ആശുപത്രി. അവിടുത്തെ പ്രസവ വാർഡിന്റെ നില വളരെ ഗുരുതരം. ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലേക്ക് ആ പ്രസവ വാർഡ് മാറിയിട്ടുണ്ട്. നിലവിൽ കാഷ്വാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടവും ഇതിനോട് ചേർന്ന് മറ്റൊരു പുതിയ ബഹുനില കെട്ടിടവും ആശുപത്രിക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട്. താൽക്കാലികമായെങ്കിലും അപകടകരമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പ്രസവ വാർഡ് ഈ കെട്ടിടങ്ങളിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം. കൂടാതെ പുതിയ ക്രമീകരണങ്ങൾക്ക് സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ജനം, ഇടുക്കി. തൃശൂർ മെഡിക്കൽ കോളേജിൽ 1 മാസമായി ഹൃദയ ശസ്ത്രക്രിയ നിലച്ച അവസ്ഥയിലാണ്. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ കൈകാര്യം ചെയ്യുന്ന പെർഫ്യൂഷനിസ്റ്റ് കാര്യക്ഷമതയില്ലെന്ന വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് വിദഗ്ധ സംഘം ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഈയിടയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 രോഗികൾ മരിച്ചിരുന്നു. പിന്നാലെ ഹൃദയ ശസ്ത്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കുന്ന പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമതയില്ലെന്ന് വകുപ്പ് മേധാവി കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നടത്തുമ്പോൾ കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ പ്രവർത്തിക്കുന്ന വിദഗ്ധനാണ് പെർഫ്യൂഷനിസ്റ്റ്. ഇവർക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ രോഗികൾക്ക് മരണം വരെ സംഭവിക്കാം. ഇതോടെ കഴിഞ്ഞ 1 മാസമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിലച്ച അവസ്ഥയിലാണ്. നിലവിൽ 50 പേർക്കാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഡേറ്റ് ആശുപത്രിയിൽ നിന്നും നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. ഇതിൽ 8 രോഗികൾക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന ഡേറ്റ് ഇതിനോടകം കഴിഞ്ഞു. നെഞ്ചുരോഗവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തുന്നവരെ നിലവിൽ കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് തൃശൂരിൽ നിന്നും അയക്കുന്നത്. വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം തലവൻ ഡോക്ടർ രാജേഷ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പെർഫ്യൂഷനിസ്റ്റ് എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘം പരിശോധന നടത്തി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ പഠനവിധേയമാക്കിയ ശേഷം മാത്രമാണ് നടപടിയുണ്ടാകുകയുള്ളൂ എന്നാണ് വിവരം. ജനം, തൃശൂർ. കണ്ണൂർ ഇരിട്ടി എടക്കാനത്തെ CPM ഗുണ്ട ആക്രമണത്തിൽ കേസെടുത്തു. ഷുഹൈബ് കേസ് പ്രതി ദീപ് ചന്ദ് അടക്കം 15 പേർ പ്രതികൾ മാരകായുധങ്ങളുമായി മർദ്ദിച്ചെന്നാണ് FIR. നാട്ടുകാർക്ക് നേരെയായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. ഒരു കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടാണല്ലോ ആദ്യം ഈ സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് അത് CPM ഗുണ്ടകൾ അത് ഏറ്റെടുക്കുകയും തുടർന്ന് ഇവർ നാട്ടുകാർക്കെതിരെ ഒരു വലിയ ആക്രമണം തന്നെ അഴിച്ചുവിടുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, കഴിഞ്ഞ ദിവസം അവിടെ എടക്കാലം റിവർ വ്യൂ പോയിന്റിലെത്തിയ ആളുകൾക്ക് നേരെ വാഹന പാർക്കിങ്ങിനെ ചൊല്ലി ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ പുറകെ വാഹനത്തിലെത്തിയ ആളുകൾ 4 യുവാക്കൾക്ക് ഏതാനും ദിവസം മുമ്പ് മർദ്ദനമേറ്റിരുന്നു.
ഈ മർദ്ദനത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് ഈ CPM-ന്റെ ഗുണ്ടാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി അവിടെ ഈ അക്രമം നടന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 15 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മട്ടന്നൂരിലെ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ദീപ്ചന്ദാണ് ഈ അക്രമ കേസിലെ ഒന്നാം പ്രതി. കണ്ടാലറിയാവുന്ന മറ്റ് 12 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇത്തരമൊരു സംഘർഷം അവിടെ നടക്കുന്നത്. അവിടെ ഈ കാഴ്ചകൾ കാണാനെത്തിയ നാട്ടുകാരെ അടക്കം വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഈ വടിയും വടിവാളും ഒക്കെ ഉപയോഗിച്ചാണ് ഈ CPM-ന്റെ ഗുണ്ടാ സംഘം ഇത്തരമൊരു അക്രമം അഴിച്ചുവിട്ടത്. ഈ അക്രമത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. മാത്രമല്ല 3 വാഹനങ്ങളിലാക്കിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു അക്രമം നടത്തിയത്. ഇടിക്കട്ടയും വടിവാളും ഇരുമ്പുവടിയും ഒക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ മർദ്ദനം ഏറ്റ ആളുകളും ഇത് തന്നെ പറയുന്നുണ്ട്. മറ്റൊന്ന് ചോദ്യവും പറച്ചിലൊന്നും ഇല്ലാതെ വന്ന പാടെ ഈ കണ്ണിൽ കണ്ടവരൊക്കെ പെരുമാറുന്ന ഒരു രീതിയാണ് ഈ ഗുണ്ടാ സംഘം നടത്തിയത്. ഈ അക്രമത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഈ ഗുണ്ടാ സംഘത്തിലെ ഒരു വാഹനം അവിടെ മറിയുകയും ചെയ്തിരുന്നു. ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ പിന്നാലെ ഈ പരിക്കേറ്റ ആളുകൾ ചികിത്സ തേടുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 12 പേർ ഉൾപ്പെടെ 15 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ദീപ്ചന്ദാണ് കേസിലെ 2ാം പ്രതി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന്റെ തകരാർ ഉടൻ പരിഹരിച്ചേക്കും. യുദ്ധവിമാനത്തിന്റെ തകരാർ ഇന്നത്തോടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധ സംഘം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ അറിയിച്ചു. യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ബ്രിട്ടീഷ് യുദ്ധവിമാനം തലസ്ഥാനത്തെത്തിയിട്ട് ഇന്ന് 1 മാസം തികയും. ആഴ്ചകളായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന്റെ തകരാർ പരിഹരിക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. യുദ്ധവിമാനത്തിന്റെ തകരാർ ഇന്നത്തോടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധ സംഘം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട്. ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. തകരാർ പരിഹരിക്കാനായാൽ ബുധനാഴ്ചയോടെ ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B തിരികെ ബ്രിട്ടനിലേക്ക് പറക്കും. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറാണ് വിമാനത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചത്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് UK-യിൽ നിന്ന് 14-അംഗ വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തിയത്. ബ്രിട്ടീഷ് അമേരിക്കൻ എയ്റോസ്പേസ് എഞ്ചിനീയർമാരുടെ ഒരു സംഘമാണ് തിരുവനന്തപുരത്തെത്തി തകരാർ പരിഹരിക്കുന്നത്. വിമാനം തലസ്ഥാനത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ട് ഇന്ന് 1 മാസം തികയുകയാണ്. ജനം, തിരുവനന്തപുരം. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷം പിന്നിട്ടിട്ടും തിരുവനന്തപുരം പേട്ടയിലെ സ്ത്രീ സൗഹൃദ കേന്ദ്രം പ്രവർത്തിക്കുന്നില്ല. കെട്ടിടത്തിന്റെ നടത്തിപ്പ് ചുമതല വഹിക്കാൻ ആളെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കോർപ്പറേഷൻ വെട്ടിലായത്. കെട്ടിട പരിപാലനം നിലച്ചതോടെ യാത്രക്കാരും ഇങ്ങോട്ടേക്ക് വരാതെയായി. പേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന വനിതാ യാത്രക്കാർക്കായി കോർപ്പറേഷൻ 1/2 കോടിയോളം രൂപ മുടക്കി പണി കഴിപ്പിച്ച പേട്ട സ്ത്രീ സൗഹൃദ കേന്ദ്രം ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷമായിട്ടും തുറന്നിട്ടില്ല. സ്റ്റേഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന കടകളിലെ വനിതാ ജീവനക്കാർക്കടക്കം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന കേന്ദ്രമാണ് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചുനാളുകൾ കെട്ടിടം പ്രവർത്തിച്ചെങ്കിലും പരിപാലനം ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നതോടെയാണ് പൂർണ്ണമായും അടയ്ക്കേണ്ടി വന്നത്. കെട്ടിട പരിപാലനം കുടുംബശ്രീക്ക് നൽകാനായിരുന്നു ആദ്യം കോർപ്പറേഷൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. കെട്ടിടത്തിന് നടത്തിപ്പിനായി ആരെയും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ പരിപാലനം തടസ്സപ്പെട്ടു. ഇത് പരിഹരിക്കാനായി ബദൽ മാർഗമൊരുക്കാനും കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. സ്ത്രീകൾക്കായി വിശ്രമമുറി, മുലയൂട്ടൽ, പ്രത്യേക ഇടം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് കേന്ദ്രം സജ്ജമാക്കിയത്. കേന്ദ്രം തുറക്കാതായതോടെ കോർപ്പറേഷന് വരുമാന സാധ്യതയും നഷ്ടമായി. ഉപയോഗിക്കുന്ന മുറയ്ക്ക് ഫീസ് ഈടാക്കാനായിരുന്നു കോർപ്പറേഷൻ ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ കെട്ടിട പരിപാലനം നിലച്ചതോടെ യാത്രക്കാർ വരാതെയായി. കെട്ടിടത്തിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികളും അവതാളത്തിലായി. നിലവിൽ കെട്ടിടത്തിന്റെ നിയന്ത്രണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സമീപത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കടയിലെ കച്ചവടക്കാരനാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇതേ തുടർന്ന് കെട്ടിടം പൂർണ്ണതോതിൽ യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ ഇപ്പോഴും കഴിയാറില്ല. ജനം, തിരുവനന്തപുരം.
കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂര റാഗിംഗ്. പാട്ടുപാടാൻ അറിയില്ലെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് +1 വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് തല്ലിയത്. അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, എന്തായിരുന്നു സംഭവം? റാഗിംഗ് തന്നെയാണോ? രോഹിണി, അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കൊമേഴ്സ് വിദ്യാർത്ഥിക്കാണ് ക്രൂരമായി സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നിരിക്കുന്നത് എന്നതാണ് പരാതി. ഈ സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ 10-നാണ്. ആ സമയം സ്കൂൾ നേരത്തെ വിട്ടിരുന്നു. സമരവുമായി ബന്ധപ്പെട്ട് സ്കൂൾ നേരത്തെ വിട്ടിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഈ +1 വിദ്യാർത്ഥി സ്കൂളിന് പുറത്തേക്ക് പോവുകയായിരുന്നു. ഈ സമയം ആ സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് തടഞ്ഞു വെക്കുകയും പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സമയം അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ സീനിയർ വിദ്യാർത്ഥികൾ 5-അംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 5-അംഗ സംഘ സീനിയർ വിദ്യാർത്ഥികൾ ഈ +1 വിദ്യാർത്ഥിയെ മുഖത്തടിക്കുകയും ചവിട്ടി നിലത്തിടുകയും മുഖത്ത് ഷൂ കൊണ്ട് മർദ്ദിക്കുകയും വയറ്റിൽ മർദ്ദിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ +1 വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ പറയുന്നത് ഈ റാഗിംഗ്, ഇത്തരത്തിലുള്ള മർദ്ദനവും ഒക്കെ നടന്നിരിക്കുന്നത് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരാതി അത് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം പറയുന്നത്. ഈ മർദ്ദനമേറ്റ +1 വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ സ്കൂളിനും പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തോളി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ പോലീസ് കൃത്യമായി ഇതിൽ അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് അത്തോളി പോലീസ് പറയുന്നത്. മറ്റൊന്ന്, ഈ പ്രിൻസിപ്പൽ പറയുന്നത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നടന്ന സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങൾക്ക് പെട്ടെന്ന് ഇത്തരത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്, രക്ഷിതാക്കൾക്ക് വലിയ പരാതിയുണ്ട്. കാരണം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു +1 വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായി മർദ്ദനമേറ്റു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ പോലും ഇത്തരത്തിൽ ഈ മർദ്ദിച്ച ആ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഈ സ്കൂൾ അധികൃതർ കടക്കാത്തതിൽ ഈ രക്ഷിതാക്കൾക്ക് വലിയ അമർഷമുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന ഈ മർദ്ദനമേറ്റു എന്ന് പറയുന്ന സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു നടപടിയിലേക്ക് ഈ പോലീസ് അടക്കം കടക്കുക. രോഹിണി, അനഘ പറഞ്ഞതുപോലെ രക്ഷിതാക്കളുടെ പരാതി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് ഇപ്പോൾ റാഗിങ്ങിന് ഒരു വിദ്യാർത്ഥി വിധേയനായി എന്നറിയുന്ന ആ നിമിഷം തന്നെ സ്കൂൾ അധികൃതർ, ഏത് കലാലയമായാലും അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കേണ്ടതാണ് ഈ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ എന്നുള്ളതാണ്. അത്തരത്തിൽ മാത്രമേ നമുക്ക് റാഗിങ് എന്നുള്ള അങ്ങേയറ്റം പ്രാകൃതമായ ആ ഒരു രീതി നമുക്ക് പൂർണ്ണമായും മാറ്റാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴും അത് നമ്മുടെ കേരളത്തിലെ പല കലാലയങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു കാലതാമസം സ്കൂൾ അധികൃതർ വരുത്തുന്നത്, അതിനെതിരെയാണല്ലോ രക്ഷിതാക്കൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ രക്ഷിതാക്കൾ? എത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് കടക്കണം എന്നവർ ആവശ്യപ്പെടുന്നുമുണ്ടോ? തീർച്ചയായും ഉണ്ട് രോഹിണി. അതായത് ഈ മർദ്ദനം ജൂലൈ 10-നാണ് ഈ റാഗിംഗ് നടക്കുന്നതും ഈ +1 കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്നതും. തുടർന്ന് അന്ന് വിദ്യാർത്ഥി നേരെ രക്ഷിതാക്കൾക്ക് വീട്ടിൽ ചെന്ന് ഈ കാര്യം പറയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷെ അന്ന് കാര്യമായ ശാരീരിക പ്രശ്നങ്ങൾ ഈ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ രക്ഷിതാക്കൾക്ക് അത് മനസ്സിലായിരുന്നില്ല. പിന്നീടുള്ള ദിവസമാണ് ഇത്തരത്തിൽ ചികിത്സ തേടേണ്ട ആവശ്യമൊക്കെ തന്നെ വന്നിരിക്കുന്നത്. അന്ന് തന്നെ ഈ രക്ഷിതാക്കൾ ഈ സ്കൂൾ അധികൃതരെ ഈ വിഷയം ധരിപ്പിച്ചിരുന്നു. നേരിട്ട് സ്കൂളിലെത്തി പ്രിൻസിപ്പൽക്ക് ഇത്തരത്തിൽ തന്റെ മകൻ റാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്കൂളിലെ 5-അംഗ സംഘമാണ് റാഗ് ചെയ്തിരിക്കുന്നത്, ഈ +2 വിദ്യാർത്ഥികളുടെ പേരടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പരാതി ഈ സ്കൂൾ അധികൃതർക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ സ്കൂൾ അധികൃതർ പറയുന്നത് ഇത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വെച്ച് നടന്നൊരു സംഭവമല്ല, കോമ്പൗണ്ടിന് പുറത്ത് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ പരാതി അത് അത്തോളി പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുക്കട്ടെ എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. പക്ഷേ രക്ഷിതാക്കൾ കൃത്യമായി തന്നെ
ഉന്നയിക്കുന്നുണ്ട്. തന്റെ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച, ഇത്തരത്തിൽ ക്രൂരമായ റാഗിങ്ങിന് വിധേയമാക്കിയ ഈ 5 സംഘമായിട്ടുള്ള ഈ +2 വിദ്യാർത്ഥികൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം. ആദ്യഘട്ടം എന്നോളം ഈ 5 വിദ്യാർത്ഥികളെയും ഉടൻ തന്നെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ മറ്റ് ഈ +1 വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അത് വലിയ ഭീഷണിയാകും. അവരും ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉടൻ തന്നെ അന്വേഷണം നടത്തി ഈ 5 സംഘമുള്ള +2 റാഗ് ചെയ്ത ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പറയുന്നത്. പക്ഷേ അപ്പോഴും സ്കൂൾ അധികൃതർ പറയുന്നത്, ഏറ്റവും ഒടുവിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് തങ്ങളൊരു അന്വേഷണം നടത്തട്ടെ, എന്താണ് സംഭവിച്ചത് എന്നതടക്കമാണ്. പക്ഷേ അതിന് ഇത്രയും ദിവസമുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഒരു നടപടിയും ഈ സ്കൂൾ അധികൃതർ എടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയ്ക്ക് ഇന്ന് നിർണായകം. മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചേക്കും. വധശിക്ഷ നടപ്പാക്കുക മറ്റന്നാൾ. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടർക്കഥ. ഗവർണറുടെ ഇടപെടൽ ഉടനുണ്ടായേക്കും. രജിസ്ട്രാർ മിനി കാപ്പൻ കാണാത്ത ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് VC. വീണ്ടും റാഗിംഗ് ക്രൂരത. കോഴിക്കോട് അത്തോളിയിൽ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. വളഞ്ഞിട്ട് തല്ലിയത് പാട്ടുപാടാൻ അറിയില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ. തരൂരിനെതിരെ UDF-ൽ വൻ പടയൊരുക്കം. മോദി പ്രശംസയിൽ ലീഗിനും RSPക്കും അതൃപ്തി. രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കുന്ന സമീപനമെന്ന് വിലയിരുത്തൽ. ഡോക്ടർ S. ജയശങ്കർ ചൈനയിലേക്ക്. ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ ചൈന സന്ദർശനം. ബെയ്ജിംഗിലെത്തുന്നത് ചൈനയെ വകവയ്ക്കാതെ ദലൈലാമയുടെ പിറന്നാൾ ആഘോഷം ഭാരതത്തിൽ നടക്കാനിരിക്കെ. പിണറായി സർക്കാരിന്റെ മതപ്രീണന നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തം. കലാലയങ്ങളിലെ ഇസ്ലാമികവൽക്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു. ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി വിശ്വഹിന്ദു പരിഷത്ത്. സർക്കാർ ആശുപത്രികൾക്ക് ശ്വാസം മുട്ടുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിലച്ചിട്ട് 1 മാസം. അടിമാലി താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് ബലക്ഷയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനം. പ്രതിഷേധം ശക്തമാക്കി PSC ഉദ്യോഗാർത്ഥികൾ. ശുഭാൻഷു ശുക്ലയും സംഘവും തിരികെ ഭൂമിയിലേക്ക്. മടക്കയാത്ര ഉച്ചയ്ക്ക് 2:30 ബഹിരാകാശം അതിശയിപ്പിച്ചുവെന്ന് ശുഭാൻഷു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കുടിവെള്ളം കിട്ടാതെയും വെള്ളക്കെട്ട് മൂലവും ദുരിതത്തിലായി ഒരു കുടുംബം. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിലാണ് ഈ ദുരിതക്കാഴ്ച. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള സംവിധാനമില്ലാതെ താൽക്കാലിക ഷെഡിൽ ബുദ്ധിമുട്ടുകയാണ് വസന്തയും മക്കളും. അതേസമയം കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് വെച്ച് നൽകുവാനുള്ള ശ്രമത്തിലാണ് പ്രാദേശിക BJP നേതൃത്വം. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിലാണ് ഈ ദുരിതക്കാഴ്ച. വസന്തയും മകളും 2 കുട്ടികളുമാണ് ഈ വീട്ടിലുള്ളത്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാനുള്ള സംവിധാനങ്ങൾ പോലുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന താൽക്കാലിക ഷെഡിലാണ് ഇവരുള്ളത്. കുടിവെള്ളമോ ശുദ്ധജലമോ ലഭിക്കാതെ മതിയായ യാത്രാ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവിടെയുള്ളവർ. ഈ വയ്യാത്ത അമ്മ, ഈ പറയണ ഈ വസ്തുവിന് വഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന 4 ജീവനുകൾ. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ പൊതുസമൂഹം അതറിയണം. ഇതേ കൂട്ടുള്ള മനുഷ്യരെ വേണം നമ്മൾ സഹായിക്കാൻ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ, ഇവിടെ വേലിയിറക്ക സമയങ്ങളിൽ നല്ല വെള്ളമാണ്. അപ്പോൾ ഈ വീട്ടിനകം മൊത്തം വെള്ളം. ഈ നിൽക്കുന്ന ഇവിടെ എല്ലാം വെള്ളമാണ്. നാളിതുവരെ മാറി മാറി ഭരിച്ചവർ കണ്ണടച്ചു. തങ്ങൾക്ക് യാതൊരുവിധ സഹായവും നീതിയും ലഭിക്കുന്നില്ലെന്ന് കുടുംബം പറയുന്നു. ഒന്നാമത്തെ കുടിവെള്ള പ്രശ്നം ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള കാര്യമാണ്. കുടിക്കാൻ വെള്ളമില്ല.
പിന്നെ ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത രീതി, ഇതെല്ലാം വെള്ളം കയറി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. 2-3 മാസം കൂടുമ്പോൾ ഏറ്റവും കൂടുന്നു 15-ാം പക്കം ഏറ്റം വരും. അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥയിൽ രോഗിയെ 4-5 പേർ ചേർന്ന് കാൽനടയായി എടുത്ത് യാത്രാ സൗകര്യമുള്ള റോഡിലെത്തിക്കേണ്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ കാരണം പ്രദേശത്തെ പല കുടുംബങ്ങളും വീടുകൾ ഉപേക്ഷിച്ചു പോകുകയാണ്. വസന്തയ്ക്കും കുടുംബത്തിനും അടച്ചുറപ്പുള്ളൊരു വീട് വെച്ച് നൽകുവാനുള്ള ശ്രമത്തിലാണ് സ്ഥലത്തെ BJP നേതൃത്വം. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. പ്രദേശത്തെ മറ്റു പ്രശ്നങ്ങൾക്ക് അധികൃതർ ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നതാണ് ഇവിടെയുള്ളവരുടെ ആവശ്യം. ജനം, കൊല്ലം. KSEB ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന എത്തി വീടിന്റെ ഫ്യൂസ് ഊരി അജ്ഞാതൻ മുങ്ങി. ഒരു ദിവസം കുടുംബം ഇരുട്ടിലായി. ഇടുക്കി രാജകുമാരിയിലാണ് സംഭവം. പരാതി നൽകിയിട്ടും ഒരു ദിവസത്തിന് ശേഷമാണ് KSEB ഉദ്യോഗസ്ഥർ പുതിയ ഫ്യൂസ് സ്ഥാപിച്ചത്. സംഭവത്തിൽ അന്വേഷണത്തിന് KSEB നിർദ്ദേശം നൽകി. രാജകുമാരി സില്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുത ബന്ധമാണ് കഴിഞ്ഞ ദിവസം അജ്ഞാതനെത്തി വിച്ഛേദിച്ചത്. 75-കാരിയായിരുന്ന സിബിയുടെ അമ്മ അന്നമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം. KSEB ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി കാക്കി വസ്ത്രം ധരിച്ചെത്തിയ അജ്ഞാതൻ ബില്ലടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. പണം അടച്ചെന്ന് അന്നമ്മ അറിയിച്ചിട്ടും ഇത് കൂട്ടാക്കാതെ ഇയാൾ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. പൈസ അടച്ചെന്നാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. പത്രേ പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു പൈസ അടച്ചതാന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേഗം തന്നെ ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്നു. അത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാനും വന്നപ്പോൾ കാലും കൊണ്ട് പയ്യെ നടക്കാവുള്ളൂ. വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് അപ്പോൾ കടലാസൊന്നും തന്നില്ല, മിണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ അപ്പുറം വീട്ടിൽ ചെന്നു, അവിടെ ഉണ്ടോയെന്നറിയാൻ. അവിടെ ഇല്ല. ഇതോടെ ഒരു ദിവസം പൂർണ്ണമായും സിബിയും കുടുംബവും ഇരുട്ടിലായി. രാജകുമാരി KSEB ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഓഫീസിൽ നിന്നും ഫ്യൂസ് ഊരാൻ ആരെയും അയച്ചിട്ടില്ല എന്ന വിവരമാണ് ലഭിച്ചത്. സംഭവം KSEBയിൽ അറിയിച്ചിട്ടും ഒരു ദിവസം കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതെന്ന് സിബി പറയുന്നു. ഞാൻ ഓഫീസിൽ പോയി, ആദ്യം ഫോൺ വിളിച്ചാൽ ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും വന്നില്ല. അത് കഴിഞ്ഞ് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ അടച്ചിട്ടുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. പുള്ളി കമ്പ്യൂട്ടറിൽ നോക്കി. സാറേ കമ്പ്യൂട്ടറിൽ നോക്കി കഴിഞ്ഞപ്പോൾ പൈസ അടച്ചിട്ടുണ്ട്, 1500 അടച്ചിട്ടുണ്ട്, പിന്നെ 56 പൈസ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. അതാണ് സാറ് ഞാൻ പോയി അടയ്ക്കാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ആരും വന്ന് ഫീസ് ഊരിയിട്ടില്ല, ഇവിടുന്ന് ആരും ഞങ്ങൾ വിട്ടിട്ടുമില്ല, നിങ്ങൾ കാരണന്മാരായിരിക്കും ഊരിയെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. കാരണന്മാർ ഊരാൻ ഞങ്ങൾ 75-80 പൈസ കാരണന്മാർ ഊരാൻ പറ്റില്ല, ഇങ്ങനെ ഊരുന്നത് അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, നിങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു. പുള്ളി ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി ചെയ്തു. സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും KSEBയും വ്യക്തമാക്കി. നിലവിലത് പരിശോധിച്ചപ്പോഴത്തേക്ക് അത് നമ്മുടെ ജീവനക്കാർ അവിടെ ഡിസ്കണക്ഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. കാര്യം വെച്ചാൽ അതിന് നേരത്തെ പൈസ അടച്ചു പോയതാണ്. നിലവിൽ അതിനകത്ത് നമ്മുടെ DC ലിസ്റ്റ് വരാത്തായിരുന്നു. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത്, ശരിക്കും എന്താണ് കാര്യം സംഭവിച്ചെന്നുള്ളത് ശരിക്കും അറിയത്തില്ല. അത് നിലവിൽ നമ്മളിപ്പോൾ സപ്ലൈക്ക് റീകണക്ഷൻ കൊടുത്ത് സപ്ലൈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫീസ് അവിടെ ഇല്ലായിരുന്നു, വേറെ ഫീസ് കൊണ്ടിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, സപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിലവിൽ അവരൊരു പരാതി തന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ആ പരാതി നമ്മൾ പരിശോധിച്ച് ഉചിതമായ നടപടി ചെയ്യും. ജനം, ഇടുക്കി. തിരുവനന്തപുരം വർക്കലയിൽ പാപനാശം തീരത്തെ ഇരുമ്പ് നടപ്പാലം അപകടാവസ്ഥയിൽ. കർക്കടകവാവ് ബലിതർപ്പണത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പാലം നവീകരിക്കാത്തതിൽ പ്രതിഷേധം. അറ്റകുറ്റപ്പണികൾ നടത്തി നടപ്പാലം നവീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നഗരസഭ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. തിരുവനന്തപുരം വർക്കലയിലെ പാപനാശം കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന നീർച്ചാലിന് കുറുകെ നിർമ്മിച്ച ഇരുമ്പ് പാലമാണ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി പാലം നാശത്തിന്റെ വക്കിലാണ്. ഇരുമ്പ് ഷീറ്റുകൾ ദ്രവിച്ച് ദ്വാരങ്ങൾ ഉണ്ടാവുകയും ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലുമാണ്. നഗരസഭയോടും ബന്ധപ്പെട്ട അധികൃതരോടും പലതവണ പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ഓവുചാലിന്റെ പാലമാണ് അത്, ഏത് സമയവും പൊട്ടിപ്പൊളിഞ്ഞ് വീഴാനുള്ള തരത്തിലാണ് അതിന്റെ നിൽപ്പ്. അത് പണിതിട്ടുള്ള ഇരുമ്പ് കൊണ്ടാണ്. ഉപ്പ് കാറ്റടിക്കുന്ന ഒരു കടൽ തീരത്ത് ഒരിക്കലും ഇരുമ്പിന്റെ ഒരു പാലം പ്രായോഗികമല്ല. ഇപ്പൊ തന്നെ ഒരാൾ പോലും നടന്നു പോകുമ്പോൾ പാലം ഇളകി ഏത് സമയവും വീണു പോകാവുന്ന അവസ്ഥയിലാണുള്ളത്. എത്രയും പെട്ടെന്ന് ഈ പാലം മാറ്റി പണിതില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട്. ഒരിക്കലും ഇരുമ്പിന്റെ ഒരു പാലം പ്രായോഗികമായിട്ട് ഈ കടൽ തീരത്ത്, ഉപ്പ് കാറ്റടിക്കുന്ന കടൽ തീരത്ത് പ്രായോഗികമല്ല. എത്രയും പെട്ടെന്ന് ഈ ഇരുമ്പ് പാലം മാറ്റി കോൺക്രീറ്റ് പാലം പണിയണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരാഴ്ച കൂടി പിന്നിട്ടാൽ കർക്കിടകവാവാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് പാപനാശം തീരത്ത് ബലിതർപ്പണത്തിനെത്തുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തി പാലം നവീകരിക്കാത്ത പക്ഷം വലിയ അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്.
ബന്ധപ്പെട്ട അധികൃതരുടെ ഇടപെടൽ എത്രയും വേഗം ഉണ്ടാകണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ജനം, തിരുവനന്തപുരം. കഥകളി ഭാവങ്ങളുടെ കമനീയത ക്യാൻവാസിലാക്കി ആസ്വാദക ഹൃദയങ്ങൾ കവരുകയാണ് യുവചിത്രകാരി രമ്യ വി മേനോൻ. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന രമ്യ കഥകളി വേഷങ്ങൾ മാത്രമല്ല, തെയ്യങ്ങളും മ്യൂറൽ പെയിന്റിങ്ങുകളും എല്ലാം മനോഹരമായി വരയ്ക്കും. ജീവൻ തുടിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് ഇതിനോടകം വരച്ചിട്ടുള്ളത്. ചിത്രരചന പ്രത്യേകമായി പഠിക്കാൻ പോയിട്ടില്ലെങ്കിലും മികച്ച ചിത്രകാരിയായ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ വൈഭവം രമ്യയുടെ ക്യാൻവാസുകളെ വർണ്ണവിന്യാസങ്ങൾ കൊണ്ട് മിഴിവുള്ളതാക്കി. കളിക്കോട്ട പാലസിൽ വനിതാ കഥകളി സംഘം തൃപ്പൂണിത്തുറ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സുവർണ സുഷമത്തിൽ രമ്യ വി മേനോന്റെ ചിത്രപ്രദർശനവും ഉണ്ടായിരുന്നു. അക്രിലിക് പെയിന്റിംഗിലാണ് വര. കഥകളിയിൽ കൂടുതലും രൗദ്രഭീമനെയാണ് വരച്ചിട്ടുള്ളത്. പ്രശസ്ത കഥകളി കലാകാരന്മാരെല്ലാം വരകളിൽ ജീവൻ തുടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ പ്രൊഫഷണലി പെയിന്റിംഗ് പഠിച്ചിട്ടില്ല. ഞാൻ കുട്ടിക്കാലം തൊട്ടേ വരയ്ക്കുന്നതാണ്. പിന്നെ അമ്മ വരയ്ക്കും. അപ്പോൾ അമ്മ ആണ് ടീച്ചറായിട്ട് അങ്ങനെ കറക്റ്റ് ചെയ്ത് തന്നിരുന്നൊക്കെ അമ്മയാണ്. 8 വയസ്സ് തൊട്ട് വരയ്ക്കുന്നതാണ്. വേറെ പ്രൊഫഷണലി എവിടെയും പഠിച്ചിട്ടില്ല. പ്രാക്ടീസ് കൊണ്ട് മാത്രം ഇത്രയൊക്കെ വരയ്ക്കണം. ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോക്കസ് ചെയ്യുന്നത്, അതായത് കഥകളി, പിന്നെ തെയ്യം, മ്യൂറൽ പെയിന്റിംഗ്, ചുമർ ചിത്രം, അതും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കഥകളിയുടെ വാർഷികമായതുകൊണ്ട് കഥകളി പെയിന്റിങ്സ് മാത്രം എക്സിബിറ്റ് ചെയ്തതാണ്. തൃപ്പൂണിത്തുറ കളിക്കോട്ട പാലസിനടുത്ത് താമസിക്കുന്ന രമ്യയ്ക്ക് ചിത്രകലാഭിരുചി ജന്മസിദ്ധിയാണ്. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന രമ്യ ഒഴിവു സമയങ്ങളാണ് ചിത്രരചനയ്ക്കായി മാറ്റിവെക്കുന്നത്. ജനം, കൊച്ചി. ഇടവേള. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടരുന്നു. സർവകലാശാല ചാൻസലറായ ഗവർണർ ഉടൻ ഇടപെടാൻ സാധ്യത. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ കാണാത്ത ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് VC. അതേസമയം സ്വകാര്യ സർവീസ് പ്രൊവൈഡർക്ക് പകരം പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ചർച്ച ആരംഭിച്ചു. തുടർച്ചയായ സമരങ്ങൾക്ക് പിന്നാലെ ഫയൽ ലിങ്ക് മാറ്റിയതോടെ കേരള സർവകലാശാലയിലെ ഫയൽ നീക്കം താറുമാറായിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ തുടങ്ങി ഭരണകാര്യങ്ങളുടെ ഫയൽ നീക്കം വരെ തകിടം മറിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് VCയും ഗവർണറും കടക്കുന്നത്. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ കണ്ടുവരാത്ത ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് VC ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ നിലപാട്. ഡോക്ടർ അനിൽകുമാർ അയക്കുന്ന ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് VC അറിയിച്ചതോടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് താൽപര്യമുള്ള ചില ഫയലുകൾ ജോയിന്റ് രജിസ്ട്രാർ അംഗീകരിച്ച് VCക്ക് അയച്ചത് മിനി കാപ്പൻ പരിശോധിച്ച് വീണ്ടും അയക്കാനും VC നിർദ്ദേശിച്ചിട്ടുണ്ട്. മിനി കാപ്പന് ഫയൽ ലിങ്ക് നൽകിയെങ്കിൽ മാത്രമേ ഫയല് VCയുടെ ഉത്തരവിന് അയക്കാനാകൂ. അഡ്മിൻ ആക്സസ് മാറ്റി നൽകണമെന്ന VCയുടെ നിർദ്ദേശം നിരസിച്ച സ്വകാര്യ സർവീസ് പ്രൊവൈഡർക്ക് പകരം പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് സർവകലാശാല. ഇതിനുള്ള ചർച്ചകളും ആരംഭിച്ചു. ഇതിനായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അധികൃതരുമായുള്ള പ്രാഥമിക ചർച്ചയാണ് നടക്കുന്നത്. അതേസമയം തുടർച്ചയായി നടക്കുന്ന സമരങ്ങളിലും സർവകലാശാലയെ സംഘർഷഭൂമിയാക്കുന്ന SFIയുടെ സമരപരമ്പരയിലും ചാൻസലറായ ഗവർണർക്കും അതൃപ്തിയുണ്ട്. വിഷയത്തിൽ കൂടുതൽ നടപടിക്കൊരുങ്ങുകയാണ് രാജ്ഭവൻ. ജനം, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ UDFിലും ശശി തരൂരിനെതിരായ പടയൊരുക്കം ശക്തമാകുന്നു. തരൂരിന്റെ കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനകളിൽ മുസ്ലിം ലീഗിനും RSPക്കും അതൃപ്തി. തരൂരിന്റേത് രാഷ്ട്രീയ നിലപാടുകളെ എതിർക്കുന്ന സമീപനമെന്നാണ് UDF നേതൃത്വം വിലയിരുത്തുന്നത്. അതേസമയം വിഷയത്തോട് പ്രതികരിക്കാൻ തരൂർ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പിന് പിന്നാലെയാണ് UDF നേതാക്കളും ശശി തരൂരിനെതിരെ രംഗത്ത് വരുന്നത്.
മുസ്ലിം ലീഗിനും RSPക്കും നിലവിൽ നടക്കുന്ന സംഭവങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട്. കോൺഗ്രസിലെ തമ്മിൽപ്പോര് മുന്നണിയെ ഒന്നാകെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് UDF നേതാക്കൾക്ക് ഉള്ളത്. UDFിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ് ശശി തരൂർ സ്വീകരിക്കുന്നത് എന്നാണ് വിമർശനം. തരൂർ ഉയർത്തുന്ന പ്രശ്നങ്ങളും കോൺഗ്രസിലെ തമ്മിൽപ്പോരിലും വലിയ ആശങ്കയാണ് UDF നേതാക്കൾക്കുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തരൂരിൻ്റെ പ്രസ്താവനകൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് നേതാക്കൾക്കുള്ളത്. ഇതാണ് ശശി തരൂരിനെതിരെ തിരിയാൻ UDF നേതാക്കളെ പ്രേരിപ്പിക്കുന്നതും. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തരൂരിനെതിരെ രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലും തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് ലേഖനമെഴുതി. ഇതിനിടയിലാണ് UDF നേതാക്കൾ കൂടി പ്രതിഷേധം അറിയിക്കുന്നത്. അതേസമയം നിലവിലെ സാഹചര്യങ്ങളെ സംയമനത്തിൽ നിരീക്ഷിക്കുകയാണ് തരൂർ വിഭാഗം. നേതാക്കളുടെ വിമർശനങ്ങളോട് നിലവിൽ തരൂർ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വീട്ടിലുണ്ടായിരുന്ന വയോധിക തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വീട്ടുടമസ്ഥയായ പരേതനായ സുലൈമാന്റെ ഭാര്യ നഫീസ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. താമരശ്ശേരിയിൽ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ കാറ്റ് വീശിയടിച്ചതോടെ മേൽക്കൂരയുടെ മുകളിലൂടെ തെങ്ങ് വീഴുകയായിരുന്നു. വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. പാലക്കാട് വാണിയംകുളത്ത് ഓട്ടോറിക്ഷയും ടെമ്പോ ലോറിയും കൂട്ടിയിടിച്ച് ഡയാലിസിസ് രോഗി മരിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടമുണ്ടായത്. മായന്നൂർ പൂളയ്ക്കൽ വീട്ടിൽ പത്മാവതിയാണ് മരിച്ചത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞ ശേഷം മായന്നൂരിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ എതിരെ വന്ന തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. വിഭജികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹ മരണത്തിൽ കുണ്ടറ പോലീസ് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്തു. വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് കേസെടുത്തത്. കേസിൽ നിധീഷ് 1-ാം പ്രതി, സഹോദരി നീതു 2-ാം പ്രതി, അച്ഛൻ 3-ാം പ്രതിയുമാണ്. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ് പറയൂ. രോഹിണി, ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ വിഭജികയുടെ അമ്മ ശൈലജ ഈ കുണ്ടറ പോലീസിന് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഈ വിഭജികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹ മരണം, അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച 33-കാരിയായ വിഭജികയെയും മകളെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇത് കൊല്ലം കേരളപുരം സ്വദേശിനിയാണ് ഈ വിഭജിക. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനത്തെ തുടർന്നാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്ന് നേരത്തെ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിഭജികയുടെ ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിരുന്നു. തുടർന്നാണ് ഈ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ ലഭിക്കുന്നത്. ഭർത്താവ് നിധീഷ് വിഭജികയെ ശാരീരികമായി ഉപദ്രവിച്ചതായി ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. മകൾ നേരിട്ടത് കൊടിയ പീഡനമായിരുന്നുവെന്ന് അമ്മ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പരാതി നൽകിയത്. എന്തായാലും ഈ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും അതോടൊപ്പം തന്നെ ഈ ഭർത്താവിന്റെ സഹോദരിയും പിതാവും ഒക്കെയാണ് എന്നുള്ള കാര്യം വിഭജിക ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ മരണകാരണം ഷാർജ പോലീസും കുടുംബം അവിടെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ നാട്ടിൽ ഉൾപ്പെടെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് തന്നെ UAE എംബസിയും അതോടൊപ്പം മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഭജികയുടെയും മകളുടെയും മൃതദേഹം ഷാർജയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം, അതായത് വിഭജികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്തായാലും ക്രൂരമായ പീഡനം അനുഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. വിഭജികയുടെ ആത്മഹത്യാ കുറിപ്പിലും ഇവരുടെയൊക്കെ കാര്യങ്ങൾ, അതായത് ഈ ഭർത്താവിന്റെ സഹോദരി ഉൾപ്പെടെ തന്നെ ഉപദ്രവിച്ചിരുന്നു, തന്നെ പുറത്തൊന്നും പോകാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ഉടൻ വരുന്ന ദിവസങ്ങളിൽ തന്നെ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് വീട്ടുകാർ. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. പാൻ ഇന്ത്യൻ ചിത്രം പുഷ്പയിലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ പ്രശസ്തയായ ഗായിക ഇന്ദ്രവതി ചൗഹാൻ ആദ്യമായി മലയാളത്തിൽ പാടുന്നു. ട്രിയാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അനിൽകുമാർ ജി നിർമ്മിച്ച് സുജിത് എസ് നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന അംഗം അട്ടഹാസം എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന് വേണ്ടിയാണ് ഇന്ദ്രവതി പാടുന്നത്. കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ്. മാധവ് സുരേഷ്, ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രം തിരുവനന്തപുരം പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന ആക്ഷൻ പാക്ട് ത്രില്ലറാണ്.
അങ്ങനെ നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.